ते श्रीदानां सुब्धिहेदवे नारायण यतीन्द्राय तस्मै श्रीगुरवे नमः. യോഗത്തിന് സ്വാഗതം പറയുന്നത് ശാഖാ മാനേജിംഗ് കമ്മിറ്റി അംഗം ശ്രീ ND കുട്ടപ്പൻ അവറുകളാണ്. കുട്ടപ്പനെ സ്വാഗതം പറയുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീനാരായണ പരമഗുരുവേ നമഃ. നമ്മുടെ ശാഖയുടെ പ്രിയങ്കരായ ശാഖയുടെ പ്രവർത്തകർ, കമ്മിറ്റി അംഗങ്ങളെ, മറ്റെല്ലാ ശാഖയുടെ മൊത്തം സെക്രട്ടറി പ്രസിഡന്റ് മുതൽ എൻ്റെ കീഴ്ഘടകം വരെയുള്ള പ്രവർത്തകർ, ഇവിടെ കൂടിയിരിക്കുന്ന ശ്രീനാരായണ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഏതാണ്ട് കന്നി 2-ാം തീയതി മുതൽ ഇന്നലെ വരെ നമ്മുടെ പ്രഭാഷണ പരമ്പര എന്ന പേരിൽ ഇവിടെ പ്രഭാഷണം നടക്കുകയുണ്ടായി. അത് നമ്മുടെ വനിതകൾ വളരെ നല്ല രീതിയിൽ തന്നെ പ്രഭാഷണം നടത്തി എന്നുള്ളതാണ്. ഈ ആളുകൾ ഇന്ന് ഇത്രയും ദിവസം വന്ന ആളുകൾ തന്നെ ഈ വേദിയിലുണ്ട്. ആർക്കും അത് അല്ല എന്ന് പറയാൻ പറ്റത്തില്ല. പ്രഭാഷണം നടത്തിയവർ തന്നെയാണ് പറയുന്നത്. എനിക്ക് വേറെയിലുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നൊക്കെ അവർ തന്നെ പറഞ്ഞ് നമ്മളെ മടിപ്പിച്ചെന്നുള്ളതല്ലാതെ അവരൊക്കെ നല്ല രീതിയിൽ തന്നെ അവരെ കഴിവിൻ്റെ പരമാവധി, ആരെയും പേരെടുത്ത് പറയുന്നില്ല, അത് ഞാൻ പിന്നെ വായിക്കണം. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ആ പ്രഭാഷണം ഇവിടെ നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ചുക്കാൻ പിടിച്ചത് സത്യത്തിൽ ഈ നന്ദിയല്ല, ഞാൻ സ്വാഗതം പറയാൻ വന്നത്. പക്ഷേ ഇവിടെ ഇന്നലെയൊക്കെ എല്ലാവരും നന്ദി പറയുന്നുണ്ടെങ്കിലും ഇപ്പം അടുത്ത പറയുകയാണ് നമ്മുടെ രഞ്ജിത്തിന് തന്നെയാണ്. അദ്ദേഹം അതിൻ്റെ ഒരു കോർഡിനേറ്ററായിട്ട് ഇവിടെ പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ആണ് ഇന്ന് വരെയുള്ള, രാവിലെ തന്നെ എന്നെ ഒന്ന് ഫോൺ ചെയ്ത് ഓരോ കാര്യങ്ങൾ സംസാരിച്ചു. ഇന്ന് വരെയുള്ള കാര്യത്തിനൊരു മുടക്കം കൂടാതെ നമ്മുടെ ശാഖയിലെ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഉണ്ട്. അദ്ദേഹമാണ് ഇതിൻ്റെ കോർഡിനേറ്റർ. മറ്റുള്ളവർ പ്രവർത്തിച്ചില്ല എന്നുള്ളതൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇവിടെ അതുപോലെ തന്നെ അന്നദാനം നടക്കുന്നു. മറ്റു കാര്യങ്ങളെല്ലാം പടി പോലെ ഇന്ന് വരെ എല്ലാം നടത്തി. അതിലൊക്കെ അനവധി പേര്, വനിതകളും മറ്റുള്ള ആളുകളൊക്കെ പേര് വിളിച്ച് പറയുന്നില്ല, ഞാൻ ഉൾപ്പെടെ ആയിരിക്കും. എല്ലാവരും വളരെ സന്തോഷമായിട്ടൊക്കെ അതിന് സഹകരിക്കുകയൊക്കെ ചെയ്ത് ഇന്ന് എനിക്കിവിടെ സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വേദിയിലിരിക്കുന്ന എല്ലാവരെയും ഇത് നമ്മുടെ ഈ ക്ഷേത്രാങ്കണത്തിലോട്ട് ഞാൻ മൊത്തത്തിൽ എല്ലാവരെയും ഒന്നിച്ച് സ്വാഗതം പറയുകയാണ്. കൂടാതെ ഇന്ന് നമുക്ക് ലാസ്റ്റ് ദിവസം ബോധാനന്ദ സ്വാമികളുടെ അനുസ്മരണം, ആ ഒരു അനുസ്മരണത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ 2-ാം തീയതി മുതൽ ഇന്ന് വരെ ഇത് നടത്തിയെന്നുള്ളതാണ് സത്യം. നമ്മൾ ഈ 8-10 പേരുടെ പ്രഭാഷണമൊക്കെ കേട്ട് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമുക്ക് വളരെ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ നടന്നതല്ല, നല്ല ഒരു പ്രഭാഷണം കേൾക്കാനൊക്കെ നമ്മൾ ചെവി ഓർത്തിരിക്കുന്ന ഈ വേദിയിൽ നമ്മുടെ ക്ഷണം അനുസരിച്ച് നമ്മൾ പറഞ്ഞതിലൊക്കെ നേരത്തെ തന്നെ നമ്മുടെ ബാബുചേട്ടൻ എത്തി. വളരെ സന്തോഷം. നല്ല രീതിയിൽ ഞാൻ അധികമൊന്നും വലിച്ചു നീട്ടുന്നില്ല. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നല്ലൊരു പ്രഭാഷണം നടത്തി നമ്മളെയൊക്കെ നല്ല മനസ്സിലോട്ട് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. അതിനുവേണ്ടി ഞാൻ ബാബുചേട്ടൻ മണർകാട് അവരുകളെ വളരെ നന്ദിയോടുകൂടി സ്വാഗതം ചെയ്യുന്ന എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. മതിയില്ലേ? ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ചെന്താർമങ്ങും മുഖം ചേതന നയനയുഗം ചാരു നെറ്റിത്തടം നൽ പൊന്താരിൽ കാന്തി പൊങ്ങും പ്രഭയോടും പുരോരോമാളിയാളുന്ന ഭൂമി ചന്തത്തിൽ ജാനുവോളും വരുമരിക രാജ്യങ്ങളും തുങ്കഭക്ത്യാ ചിന്തിച്ചുള്ളത്തിലേന്തി ശ്രീ നാരായണ ഗുരുചരണയുഗം സന്തതം ഞാൻ തൊഴുന്നേ.
ഇവിടെ സന്നിധരായിരിക്കുന്ന എല്ലാ ആത്മമിത്രങ്ങളുടെയും പാദങ്ങളിൽ നമിച്ചുകൊണ്ട് എനിക്കിവിടെ അവസരമൊരുക്കി തന്ന എൻ്റെ ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിലെ പഠിതാവ്, ഒരാത്മ സഹോദരനായ ആദരണീയനായ രഞ്ജിത്ത്, അതോടൊപ്പം തന്നെ ഈ ശാഖയുടെ സെക്രട്ടറി പ്രസിഡൻ്റ്, കാരണം എല്ലാവരുടെയും പേരെടുത്ത് എനിക്ക് പറയാൻ ഞാനത് കുറിച്ചെടുത്തില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. അതിൻ്റെ സെക്രട്ടറിക്ക്, പ്രസിഡൻ്റ്, അതോടൊപ്പം ഇതിൻ്റെ കമ്മിറ്റിക്ക് അംഗങ്ങൾ എല്ലാവർക്കും ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിൻ്റെ നന്ദി ഞാൻ അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികളുടെ ഒരു ചെറിയ അനുസ്മരണമാണ് ഞാൻ നടത്തുന്നത്. കാരണം ബോധാനന്ദ സ്വാമിയെ ഏത് രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കണം എന്ന് എനിക്കറിയില്ല. നമുക്ക് എത്രയും വേണ്ടപ്പെട്ടല്ലേ ശ്രീനാരായണ ഗുരുദേവന് എത്രത്തോളം നമുക്ക് ആരാധ്യനാണ്, അതുപോലെ തന്നെ ഗുരുവിനൊത്ത ശിഷ്യനാണ് ബോധാനന്ദ സ്വാമികളെന്ന് എല്ലാവർക്കും അറിയാം. തൃശ്ശൂർ ജില്ലയിലെ കരുവന്നൂർ പുഴയുടെ തീരത്ത് ചിറയ്ക്കൽ എന്ന ഗ്രാമത്തിൽ ഇക്കോരൻ്റെയും ചെറുമണിയുടെയും മകനായി 1884 ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികൾ ജനിച്ച് അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ പേര് വേലായുധൻ എന്നാണ്. 9 മക്കളിൽ 2ാമത്തെ മകനായി പിറന്നു. പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ ലഭിച്ചതിന് ശേഷം പിന്നെ തുടർ വിദ്യാഭ്യാസമൊന്നും അദ്ദേഹത്തിന് സാധ്യമായിരുന്നില്ല. കാരണം അവിടെ തുടർ വിദ്യാഭ്യാസത്തിനൊന്നുമുള്ള സാഹചര്യം ഇല്ലാത്തൊരു ചെറിയൊരു ഗ്രാമമാണ്. സാധാരണ മനുഷ്യരൊക്കെ ജീവിക്കുന്ന ഒരു കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തിലെ ഒരു കർഷക കുടുംബമാണ് ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികളുടെ. അവിടെ വേലായുധൻ എന്ന് പറയുന്ന, വേലായുധനായി വളർന്ന, എല്ലാ അർത്ഥത്തിലും ഒരു വേലായുധൻ തന്നെയായിരുന്നു സ്വാമികൾ. സ്വാമികൾ ചെറുപ്പത്തിൽ ആധ്യാത്മീയത തിരഞ്ഞെടുത്തു. ആധ്യാത്മീയതയുടെ വഴിയിലേക്ക് സ്വയം സഞ്ചരിച്ചതാണ്. അത് ശ്രീനാരായണ ഗുരുദേവനെ പോലെ തന്നെ. ഗുരുദേവനെ ആത്മീയതയുടെ വഴിയിലേക്ക് ആരും തിരിച്ചു വിട്ടതല്ല. സ്വയം, അതായത് ജന്മം കൊണ്ട് തന്നെ അവർക്കൊരു കർത്തവ്യം നിറവേറ്റാനുണ്ട്. അങ്ങനെ ഒരു കർത്തവ്യം നിറവേറ്റുന്നതിന് വേണ്ടി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ആരും തിരിച്ചുവിടാതെ സ്വന്തം മനസ്സിലെ വഴികളിലൂടെ ആ മാർഗത്തിലേക്ക് സ്വീകരിച്ചാണ്. കാരണം മറ്റുള്ള ആളുകളൊക്കെ പറയുന്ന സന്യാസിമാരെന്നൊക്കെ പറയുമ്പോൾ അവരെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പ്രേരണകൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അതിനുള്ള കാരണങ്ങളുണ്ടായിട്ട് അവർ സന്യസിക്കാൻ വന്നതാണ് എന്നതുപോലെ. പക്ഷേ ഗുരുദേവൻ അങ്ങനെയല്ല. ആരും പറഞ്ഞു വിട്ടോ ആരെങ്കിലും മാർഗ ദീപമായി മുന്നിൽ നിന്നിട്ടൊന്നുമല്ല ഗുരുദേവൻ ഒരു സന്യാസിയായിട്ട് നമ്മുടെ ഇടയിലേക്ക് വന്നത്.
എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ബോധാനന്ദ സ്വാമികൾ. സ്വാമികൾ സ്വയം തിരഞ്ഞെടുത്ത ആധ്യാത്മികതയുടെ വഴിയിലൂടെ സഞ്ചരിച്ചു. ഗുരുവുമായിട്ടുള്ള ഒരു സാദൃശ്യം, ഗുരു എപ്രകാരം അധകൃതരായ ആളുകളുടെ ഇടയിലേക്ക് കടന്നു ചെന്നോ അതുപോലെ തന്നെയാണ് ബോധാനന്ദ സ്വാമികൾ എന്ന വേലായുധൻ്റെ ചെറുപ്പകാലത്തെ ജീവിതം. പ്രത്യേകിച്ച് ഹരിജനങ്ങളെ പോലെയുള്ള അധകൃത വർഗങ്ങളുടെ ഇടയിലേക്ക് അന്ന് നമുക്കറിയാം, അവരെയൊന്നും തൊട്ടുകൂടാത്ത, തീണ്ടിക്കൂടാത്ത, നമ്മുടെ ദൃഷ്ടിയിൽ പോലും കണ്ടുകൂടാൻ പാടില്ലാത്ത ഒരു ജനതയായിട്ട് ആട്ടി അകറ്റി നിർത്തിയിരുന്ന ആ കാലഘട്ടത്തിൽ ബോധാനന്ദ സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനെ പോലെ തന്നെ ആ വിഭാഗം ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവരുടെ കുട്ടികളുടെ കൂടെ കളിക്കുകയും അവരെ തൊട്ട് തീണ്ടുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ പേരിൽ ചെറുപ്പകാലത്ത് ചില മർദ്ദനങ്ങളൊക്കെ അദ്ദേഹത്തിന് വീട്ടിൽ നിന്നുണ്ടായി. വീട്ടുകാർക്ക് തന്നെ മറ്റ് സ്വജനങ്ങളിൽ നിന്ന് വലിയ എതിർപ്പുകളൊക്കെ ഉണ്ടായി. പക്ഷെ അതൊന്നും വേലായുധൻ എന്ന ബാലനെ തൻ്റെ കർമ്മത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടില്ല. അപ്പോൾ ആ കാലഘട്ടത്തെക്കുറിച്ച് നമുക്കെല്ലാം ഒരു വ്യക്തമായ ധാരണയുണ്ട്. ഏത് രൂപത്തിലാണ് ആ കാലഘട്ടം കടന്ന് നമ്മൾ ഇവിടെ എത്തിയത് എന്ന് ചരിത്രം പഠിച്ച് നമുക്കൊക്കെ അറിയാം. അതിലിപ്പോൾ നമ്മൾ അധികം ചരിത്രമൊന്നും പഠിക്കണ്ട. മഹാകവി കുമാരനാശാൻ എഴുതിയ പദ്യത്തിൻ്റെ ഒരു 4 ലൈൻ പഠിച്ചാൽ മതി. എനിക്ക് പദ്യമൊന്നും ചൊല്ലാൻ അറിയില്ല കേട്ടോ. അത് ഞാനിപ്പോൾ ശ്ലോകം ചൊല്ലിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. കാരണം സംഗീതം എനിക്ക് താളബോധമില്ല. അതുകൊണ്ട് സംഗീതാത്മകമായ രീതിയിൽ ഞാൻ എന്നും ചൊല്ലത്തില്ല. പക്ഷെ അത് ചൊല്ലുന്ന പോലെ ഞാൻ പറയുകയുള്ളൂ. പക്ഷെ നിങ്ങളുടെ ഭാവനയിൽ നിങ്ങളത് നല്ല ഈണത്തിൽ ചൊല്ലി മനസ്സിൽ പതിച്ചോണം. എനിക്ക് സംഗീതമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആരുടെ കൂടെ ഇരുന്ന് പാടിയാലും ഞാൻ അവരുടെ താളം തെറ്റിക്കും. അതാണ് എൻ്റെ താളബോധം. അപ്പം തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളൂ, കെട്ടില്ലാത്തവർ, തമ്മിൽ ഉണ്ണാത്തവർ, ഒട്ടല്ലഭൂ ജാതി കോമരങ്ങൾ. ഈ പ്രത്യേക തരത്തിൽ ഈ ഒരൊറ്റ പദ്യം കൊണ്ട് ഒരു കാലഘട്ടത്തെ മുഴുവൻ വരച്ചു കാട്ടി. എങ്ങനെയാണ് ആ കാലത്ത് മനുഷ്യൻ ജീവിച്ചിരുന്നത്? അത്ര ഭീകരമായ ഒരു ജീവിതാന്തരീക്ഷത്തിൽ ഈ തൊട്ടുകൂടാത്ത ആളുകളെ, തീണ്ടിക്കൂടാത്ത ആളുകളെ വേലായുധൻ തൊട്ടും തീണ്ടിയും അവരുടെ കൂടെ കളിച്ചും അവർക്കൊരു കളിക്കൂട്ടുകാരനായിട്ടാണ് വളർന്നു വന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനോട് കാണിക്കുന്ന ഈ ഭേദബുദ്ധിയെ അകറ്റി നിർത്തുന്നത് അങ്ങേയറ്റം വേദന നിറഞ്ഞ ഒന്നായിരുന്നു. അതിനൊരു പരിഹാരമായിരിക്കാം അദ്ദേഹം ആത്മീയതയിലേക്ക് തിരിഞ്ഞത്. അങ്ങനെ ആത്മീയതയിലേക്ക് തിരിഞ്ഞ് തന്നാലാവുന്ന ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചപ്പോൾ മകൻ പിടിവിട്ടു പോകും എന്ന് തോന്നിയ വീട്ടുകാരെ, കുടുംബാംഗങ്ങൾ 16-ാമത്തെ വയസ്സിൽ വേലായുധനെ വിവാഹം ചെയ്യിച്ചു. ഈ വിവാഹം ചെയ്യിക്കുകയും ഒരു കുട്ടി ജനിക്കുകയും ചെയ്തു. ഇവിടെയാണ് നമ്മൾ ശ്രീനാരായണ ഗുരുദേവനെ കാണേണ്ടത്. ഇതേ സാഹചര്യത്തിൽ ഗുരുദേവനെയും വിവാഹം ചെയ്യിച്ചിരുന്നു സ്വന്തം വീട്ടുകാർ. പക്ഷേ ഗുരുദേവൻ ഒരു അഗ്നി പരീക്ഷയിലാണ് അതിനെ അതിജീവിച്ചത്. കാരണം വിവാഹം ചെയ്ത് വേണമെങ്കിൽ ഗുരുദേവന് ഒരു ഭൗതിക ജീവിതത്തിലേക്ക് പോകാൻ കഴിയുമായിരുന്നു. ഭൗതിക ജീവിതം തൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ആ ഭൗതിക ജീവിതത്തിൽ ഒട്ടും ഭ്രമിച്ചില്ല. തൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായി തനിക്കായി കാളിയമ്മയെ, സ്വന്തം സഹോദരി
പുടവ കൊടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ ഗുരുദേവൻ ഒരു വാശിയായിരുന്നു, അങ്ങനെ എനിക്കൊരു കുടുംബജീവിതം തരാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതൊന്ന് നടത്തി കാണിക്കട്ടെ എന്ന്. വീട്ടുകാർ സർവ ആയുധങ്ങളും എടുത്ത് പ്രയോഗിച്ചു. സർവ ആയുധങ്ങളെന്ന് പറഞ്ഞാൽ ഗുരുദേവനെയും കാളിയമ്മയെയും ഒരു പ്രത്യേക വീട്ടിൽ, സ്വന്തമായിട്ടൊരു വീടെടുത്ത് ആ വീട്ടിൽ താമസിപ്പിച്ചു. കാളിയമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സുന്ദരിയാണ് അവർ. ഞാൻ അതിനെക്കുറിച്ച്, അതിൻ്റെ അങ്കലാവണ്യങ്ങളെക്കുറിച്ചൊന്നും വർണ്ണിക്കുന്നില്ല. ആരെയും മനമയക്കുന്ന അത്രയും സുന്ദരിയായ ഒരു സ്ത്രീ, പക്വതയെത്താത്ത പ്രായത്തിൽ ആത്മീയത തൻ്റെ ജീവിത പാതയായിട്ട് തിരഞ്ഞെടുക്കുവാൻ നിൽക്കുന്ന ഗുരുദേവൻ വലിയൊരു വെല്ലുവിളി നേരിട്ട ഒരു കാലഘട്ടമാണ്. അത്തരമൊരു കാലഘട്ടം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഗുരു എന്ന അവതാര പുരുഷൻ്റെ മുന്നിൽ 2 വഴികളാണ് നിറഞ്ഞു നിന്നത്. ഒന്നുകിൽ ഭൗതിക ജീവിതത്തിൻ്റെ വഴികളിലൂടെ ഗുരുദേവന് മറ്റൊരാളായിട്ട് കടന്നു പോകാം, അല്ലെങ്കിൽ ആത്മീയതയുടെ വഴിയിലൂടെ കടന്നു പോകാം. ഇതിലേത് എടുക്കണം എന്നൊരു തീരുമാനം, ആ തീരുമാനത്തിൽ ഏത് വഴിക്ക് പോകും എന്നുള്ളൊരു പരീക്ഷണമായിരിക്കാം ഗുരുദേവൻ്റെ മുന്നിലേക്ക് ആ കുടുംബജീവിതം കടന്നു വന്നത്. ഭഗവാൻ ഏതായാലും തൻ്റെ വിശ്വാസം, അചഞ്ചലമായ ആ വിശ്വാസം, ആ ഉറപ്പ് തൻ്റെ ജീവിതാവസാനം വരെ ഗുരുദേവൻ പാലിച്ചു. തികഞ്ഞ ബ്രഹ്മചര്യത്തോടുകൂടി ഗുരുദേവൻ ജീവിച്ചു. അപ്പോൾ ഈ അഗ്നിപരീക്ഷയെ യാതൊരുവിധ പ്രലോഭനങ്ങളിലൂടെയും അകപ്പെടാതെ, ഒരു പ്രലോഭനത്തിലും അകപ്പെടാതെ ഗുരുദേവൻ തൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ട് അതിനെ അതിജീവിച്ചു. എന്നാൽ ഞാൻ പറയുന്നത്, ബോധാനന്ദ സ്വാമികൾക്ക് ഒരു പുത്രൻ ജനിച്ചു. അദ്ദേഹത്തിനൊരു ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അത് ഇവർ തമ്മിലുള്ളൊരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അതിൻ്റെ കാരണം ഗുരുവിൽ അടങ്ങിയിരിക്കുന്ന അതീന്ദ്രിയമായ ഒരു കാര്യം, ഒരു അവതാര ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി വന്നതാണ്. വേണമെങ്കിൽ ബോധാനന്ദ സ്വാമികൾക്കും അത്തരം ഒരു വഴിയിലൂടെ പോകാമായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് അത് സാധിച്ചില്ല. പക്ഷേ സന്യാസിക്ക് ഒരിക്കലും വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. 16-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചൊരു പുത്രൻ ഉണ്ടായതിനു ശേഷം പെട്ടെന്ന് അദ്ദേഹത്തിന് ഇതിനോട് വിരക്തി തോന്നി. കാരണം താൻ തിരഞ്ഞെടുത്ത വഴി ശരിയായില്ല. തനിക്കൊരു കുടുംബജീവിതമല്ല തൻ്റെ ലക്ഷ്യം മനുഷ്യനെ ഒന്നായി കാണണം. മനുഷ്യൻ അനുഭവിക്കുന്ന ഈ കൊടിയ യാതനകളിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കണം. അപ്പം നമ്മുടെയൊക്കെ പൂർവികന്മാരനുഭവിച്ച കഷ്ടപ്പാടുകളുടെയും ത്യാഗത്തെയും കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. എന്തായിരുന്നു നമ്മുടെ പൂർവികന്മാരനുഭവിച്ച കഷ്ടപ്പാടുകൾ, അവരനുഭവിച്ച ത്യാഗങ്ങൾ? മനുഷ്യരെ പോലെ ജീവിക്കാൻ കഴിയാതെ ഏത് നിലയ്ക്കും അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗം. ഇത് പറയുമ്പോൾ നമ്മുടെ സമുദായത്തെക്കുറിച്ച് നമ്മളൊന്ന് പ്രത്യേകം ഓർമ്മിക്കണം. നമ്മൾ ഗുരുദേവന് ശേഷമുള്ള ഒരു സമുദായത്തിൻ്റെ സാഹചര്യത്തെക്കുറിച്ചൊക്കെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ അതല്ല, അതിനു മുമ്പ് തന്നെ ഈഴവരിലൊരു വർഗബോധമുണ്ടായിരുന്നു. ആ വർഗബോധമാണ് ഹരിജനങ്ങളെപ്പോലെ നമ്മളെ അടിമകളാക്കാൻ ഇവിടെ സവർണ മേധാവിത്വത്തിന് കഴിയാതെ പോയത്. അത് പ്രത്യേകം നമ്മളൊന്ന് ഓർമ്മിച്ചെടുക്കേണ്ടതാണ്. പക്ഷേ ഇന്നെന്തോ നമ്മുടെ ആളുകളൊന്നും ആ കാര്യത്തിൽ തികഞ്ഞ ബോധവാന്മാരൊന്നുമല്ല എന്നെനിക്ക് തോന്നുന്നു. കാരണം അവരുടെ പ്രവർത്തനമെല്ലാം ഗുരുദേവന് ശേഷമുള്ള ഒരു ഈഴവ ജനതയെക്കുറിച്ചാണ് മറ്റുള്ളവർ പറയുന്നതും നമ്മൾ ഉൾക്കൊള്ളുന്നതും. പക്ഷെ അതല്ല. മുൻപ് വി.ഡി. ഭട്ടാതിരിപ്പാട് പറഞ്ഞതുപോലെ അനേകായിരം വർഷങ്ങളായി സവർണ മേധാവിത്വത്തോട് പൊരുതി നാളിതുവരെ അടിയറവ് പറയാതെ നിലനിന്ന ഒരു വിഭാഗമാണ് ഈഴവർ. എങ്ങനെ? അവരോട് പടപൊരുതി. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. എങ്ങനെയാണ് നമ്മൾ അവരോട് പടവെട്ടിയത്? നമ്മൾ ഒരു ദിവസം കൊണ്ടോ ഒരു നൂറ്റാണ്ട് കൊണ്ടോ
അടിമകളായവരല്ല. ഏതാണ്ട് 800 മുതൽ ഇപ്പോൾ പറഞ്ഞാൽ 1300 വർഷങ്ങൾക്ക് മുൻപ് മുതൽ ബ്രാഹ്മണ ആധിപത്യം ഇവിടെ വന്ന് ചാതുർവർണ്ണ്യ വ്യവസ്ഥ പ്രകാരം ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളെ അവരൊരു ഗോത്രവർഗങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നു. അതിനെക്കുറിച്ച് അധികം വിശദീകരിക്കുന്നില്ല ഞാൻ. ഗോത്രവർഗങ്ങളുടെ ഇവിടെ ഒരു ഗോത്ര ജീവിതമായിരുന്നു. അങ്ങനെയുള്ള ഗോത്രങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ട് അവരുടെ ഇടയിൽ നിന്ന് ഒരു രാജാവിനെ സൃഷ്ടിച്ചു. ആ രാജാവിനെ സൃഷ്ടിച്ച് ആ ഗോത്ര ജനതയിൽ നിന്ന് തന്നെ കുറച്ച് ഭടന്മാരെയും സൃഷ്ടിച്ചു. അങ്ങനെ അവരൊരു അധികാര വർഗമായിട്ടങ്ങ് മാറി. ഈ മറ്റ് സവർണ വിഭാഗങ്ങളിലെ മറ്റ് ആളുകളെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ബ്രാഹ്മണർ സൃഷ്ടിച്ചതാണ്. അവർ വിചാരിക്കുന്നത് അവരെ ബ്രഹ്മാവ് സൃഷ്ടിച്ചതാണെന്നാണ്. ഇപ്പം അമ്പലത്തിൽ മാല കെട്ടാൻ പോകുന്നവരും അതുപോലെയുള്ള ആളുകളെ, പിന്നെ ഭടന്മാരായിട്ടുള്ളവരെ, ഇവരെല്ലാം നമ്മളും അവരും എല്ലാം ഒരേ ഗോത്രത്തിൽപ്പെട്ട ജനതയായിരുന്നു. ഈ ഗോത്രത്തിൽപ്പെട്ട ജനതയിൽ നിന്ന് സമർത്ഥരായ ആളുകളെ പടയാളികളായിട്ട് തിരഞ്ഞെടുത്തു. ഈ പടയാളികളായിട്ട് തിരഞ്ഞെടുത്ത ആളുകളെ സ്വാഭാവികമായിട്ടും നമ്മളിൽ നിന്ന് നായർ എന്ന പേരിൽ അറിയപ്പെടുന്ന, അവരെ നായർ എന്ന് പറയുന്ന നായകന്മാർ എന്ന് പറഞ്ഞാൽ പടനായകന്മാർ. അങ്ങനെ പടനായകന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗം അവർ പിന്നീട് സവർണരുമായിട്ട് ഒരു സംബന്ധ വ്യവസ്ഥയുണ്ടായി. അങ്ങനെ അവർ രണ്ട് കൂട്ടരും തന്നെ ഈ സംബന്ധ വ്യവസ്ഥയിൽ അങ്ങോട്ട് തുടർന്നു പോന്നു. എന്നാൽ ഈ സംബന്ധ വ്യവസ്ഥ ഈഴവർക്ക് സ്വീകാര്യമായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈഴവരായിട്ടും അവർ നായരായിട്ടും വന്നത്. പിന്നെ അവരുടെ കൂട്ടത്തിൽ, നായന്മാരുടെ കൂട്ടത്തിൽ ഈ ആര്യന്മാരുടെ ആയിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ മറ്റൊരു സൃഷ്ടി അവിടെ ഉണ്ടായി. സങ്കര വർഗ സൃഷ്ടി അവിടെ ഉണ്ടായി. അപ്പോൾ ഇത് ഞാൻ പറയുന്ന കാര്യമില്ല. ഇളംകുളം കുഞ്ഞൻപിള്ളയും MGS നാരായണനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താത്വിക ചിന്തകനും ആരാധ്യനുമായ EMS നമ്പൂതിരിപ്പാട് തുടങ്ങിയ ആളുകൾ ചരിത്രപരമായി അവരെ അന്വേഷിച്ച് കണ്ടെത്തിയ സത്യം തന്നെയാണ്. അപ്പോൾ ഈഴവരും നായന്മാരും എന്ന് പറയുന്ന രണ്ട് വിഭാഗമല്ല, ഒരു ഗോത്രത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അപ്പോൾ ഇതുപോലുള്ള പല ഗോത്രങ്ങളുണ്ടായിരുന്നു. ഈ ഗോത്രങ്ങൾക്കൊക്കെ ഒരു ആത്മീയതയുണ്ടായിരുന്നു. ഈഴവർ പുതിയതായിട്ടൊരു നമ്മളിപ്പം ഗുരുദേവന് ശേഷം പൂജയൊക്കെ പഠിച്ച് ക്ഷേത്രങ്ങളൊക്കെ സൃഷ്ടിച്ച് ജീവിക്കുന്ന ആൾക്കാരൊന്നുമല്ല. ഗോത്രം പാരമ്പര്യമായിട്ട് നമുക്ക് ഈ ക്ഷേത്ര ആരാധനകളൊക്കെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇപ്പം ഈ വിഭാഗം ആളുകൾ, അധകൃതരെന്ന് പറയുന്ന ആളുകളെയൊക്കെ ബ്രാഹ്മണർ അവരുടെ അവർക്ക് സംഘടിക്കാതെ അല്ലെ സംഘടിച്ച് നിലനിൽക്കാത്തതിൻ്റെ ഫലമായിട്ട് അവരെ അടിച്ചമർത്തി അവരെ അടിമകളാക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം അവരുടെ വിദ്യാഭ്യാസത്തെ നിഷേധിച്ചു. ഇവിടെയാണ് ഈഴവ സമുദായം അതിനെ പ്രതിരോധിച്ചത്. നമ്മളോട് വിദ്യാഭ്യാസം ചെയ്യണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു. നമ്മുടെ ആളുകൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആളുകളിലെ സമ്പന്നരായിട്ടുള്ള ആളുകൾ, നമ്മളിപ്പോൾ കേൾക്കുന്നത് വാരണപ്പള്ളി എന്ന് പറയുന്ന ഒരു വീടിനെ കുറിച്ചാണ് കേൾക്കുന്നത്. പക്ഷേ കേരളത്തിലെ പല ഗ്രാമങ്ങളിലും വാരണപ്പള്ളി തറവാട് പോലെ സാമ്പത്തിക ശേഷിയുള്ള ഈഴവ പ്രമാണിമാർ ആ പ്രദേശത്തുള്ള ആളുകളെ ആ കുട്ടികളെയൊക്കെ വിളിച്ച് അക്ഷരം പഠിപ്പിച്ച് നമുക്ക് ഒരു വിദ്യാഭ്യാസമുള്ള ഒരു ജനതയെ ഇവിടെ നിലനിർത്തിക്കൊണ്ടു പോന്നു. അതുകൊണ്ടാണ് ഈഴവർക്ക് സംസ്കൃതം അറിയാം, തമിഴറിയാം, മലയാളം അറിയാം. അങ്ങനെ അത്യാവശ്യമായ ഭാഷ കൈകാര്യം ചെയ്യുകയും അതിൽ ഭാഷാപരമായ പാണ്ഡിത്യവും ഉള്ളവരായിരുന്നു ഈഴവർ. എന്നാൽ ഈ അധകൃതരായിട്ട് പോയ ആളുകൾക്ക് വിദ്യാഭ്യാസം ലഭിക്കാതെ അവർക്ക് സമുദായപരമായിട്ടുള്ള ശക്തിയൊന്നും ഇല്ലാതെ വന്നതുകൊണ്ട് അവരെ അടിമകളാക്കിയതിൻ്റെ പരിണിത ഫലമായിട്ട് എന്താണ് സംഭവിച്ചത്? അവരെയൊക്കെ വിൽപ്പന ചരക്കാക്കി. നമ്മൾ ഇന്ന് കന്നുകാലികളെ വിറ്റഴിക്കുന്നത് പോലെ അവരെ വിറ്റഴിക്കും.
അവരെ പരസ്പരം പൈസയ്ക്ക് ആവശ്യം വന്നാൽ നമുക്ക് വളർത്തുമൃഗങ്ങളെ വിറ്റ് പണം വാങ്ങിക്കുന്നത് പോലെ അവരുടെ വീട്ടിൽ പണിക്ക് നിൽക്കുന്ന അവരുടെ വീട്ടിൽ അവരുടെ അടിമകളായിട്ടുള്ള ആളുകളെ അവർക്ക് വിൽക്കാം. ഇതിനെക്കുറിച്ചൊരു വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചൊരു കഥയുണ്ട്, എൻ്റെ മനസ്സിൽ നിന്ന് മായാത്ത ഒരു കഥ. ഒരു വീട്ടിൽ ഒരു തമ്പുരാൻ അയാൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടപ്പോൾ ആ വീട്ടിൽ അയാൾക്ക് വലിയ സാമ്പത്തികമൊന്നുമില്ലാത്ത ഒരു സാധാരണ ജന്മി, അയാൾക്ക് ഒരു കുടുംബം അടിമയായിട്ടുണ്ട്. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു അച്ഛനും അമ്മയും 3 മക്കളും. ഈ അച്ഛനും അമ്മയും 3 മക്കളും അടങ്ങിയ ഈ കുടുംബത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട് വന്നപ്പോൾ 6 രൂപയ്ക്കും 8 രൂപയ്ക്കും ഭാര്യയെയും ആ അടിമയെയും അയാളുടെ ഭാര്യയെയും വിൽക്കുകയാണ്. അവരെ വിൽക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആൾ ഒന്ന് വില പറഞ്ഞ് ഉറപ്പിച്ചു കഴിയുമ്പോൾ അവരുടെ കഴുത്തിലേക്കൊരു കയറിടും. ആ കയറിടുന്ന സമയത്ത് അവർക്കറിയാം തങ്ങളെ കച്ചവടം ചെയ്യാൻ പോവുകയാണെന്ന്. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ഓർമ്മിക്കണം, ഒരമ്മ നെഞ്ചു പൊട്ടിക്കൊണ്ട് എൻ്റെ മക്കളെ ഞാൻ നിങ്ങളെ പിരിഞ്ഞു പോവുകയാണ്, കൊച്ചു കുട്ടികളാണ്, ആ കുട്ടികൾക്ക് കൊടുക്കാൻ അമ്മ ഓടി അടുക്കളയിൽ ചെന്ന് ഒരു ചട്ടിയിൽ കുറച്ച് കഞ്ഞി എടുത്തു കൊണ്ടുവന്ന് അവസാനത്തെ അന്നം വാരി ആ മക്കൾക്ക് കൊടുക്കുമ്പോൾ നിറഞ്ഞ് തകർന്നു പോയ ചങ്കോടുകൂടി കണ്ണുനീരിറ്റിറ്റ് വീണ് തങ്ങളുടെ വിധി, തങ്ങളുടെ ജീവിതം ഇതാണല്ലോ ദൈവമേ എന്ന് വിളിച്ച് കരയാൻ ഒരു ദൈവവുമില്ലാതെ 33 കോടി ദേവഗണങ്ങൾ ഉള്ള ഈ ഹൈന്ദവ ജനതയുടെ മുന്നിൽ വിളിച്ചു കരയാൻ ഒരു ദൈവവും ഇല്ലാതിരുന്ന ആ മനുഷ്യർ അവർ ചങ്ക് പൊട്ടിക്കരയാണ്. തൻ്റെ പിഞ്ചോമന മക്കളെ ഇന്ന് വിട്ടുപോകണം. ഇതാ ആ സമയത്ത് ആ അച്ഛൻ മൂത്ത മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ്, മോനെ നിന്റെ ഇല്ലം നീ ഓർക്കണം, ഒരടയാളമാണ് ഈ ഇല്ലം പറഞ്ഞാണ് നിന്റെ സഹോദരങ്ങളെ ഇതുപോലെ കൈവിട്ടു പോകുമ്പോൾ നീ നിന്റെ ഇല്ലപ്പേര് പറയണം, അവരെ പഠിപ്പിക്കണം. കാരണം ഒരിക്കൽ പോലും നിങ്ങളുടെ സഹോദരങ്ങളോടും അവരുടെ മക്കളെയോ വിവാഹം ചെയ്യുവാനുള്ള ഒരു അവസരം ഉണ്ടാകരുതേ എന്ന് പറഞ്ഞ് മൂത്ത മകനെ ഇല്ലത്തിൻ്റെ പേര് പഠിപ്പിച്ച് അവർ കുറച്ച് അടയാള വാക്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അമ്മ നെഞ്ചു പൊട്ടിക്കൊണ്ട് സ്വന്തം മക്കളെ വേർപിരിയുന്ന ഒരു അമ്മയുടെ ദീനരോധനം തകർന്ന മനസ്സുമായിട്ട് കഴുത്തിൽ ഇട്ട കയറിൽ പിടിച്ചു വലിച്ചുകൊണ്ട് വാങ്ങിയവർ കടന്നു പോകുന്ന ആ കാലഘട്ടത്തെ എത്ര മൃഗീയമായ ഒരു ജീവിതമായിരുന്നു മനുഷ്യന്റെ. ഇത് കണ്ട് വളർന്ന ആളാണ് നമ്മുടെ വേലായുധൻ. ആ വേലായുധൻ വിചാരിച്ചു ഈ മനുഷ്യരെ രക്ഷിക്കണം, ഈ മനുഷ്യർക്ക് വേണ്ടി ജീവിക്കണം. അതിനദ്ദേഹം സ്വന്തം നാട് വിട്ട് അദ്ദേഹം അങ്ങനെ അലയുകയാണ്. അദ്ദേഹം ഭാര്യയെ ഉപേക്ഷിച്ചു, സ്വന്തം രക്തത്തിൽ പിറന്ന മകനെ ഉപേക്ഷിച്ചു. താൻ ഇവിടെ സുഖിച്ച്, താൻ ഇവിടെ ആർഭാടമായി തൻ്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിച്ചുകൊണ്ട് ജീവിച്ചാൽ തനിക്ക് ചുറ്റും ജീവിക്കുന്ന അനേകായിരം മനുഷ്യന്റെ വേദന, ആ വേദന തൻ്റേതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ആചാര്യൻ ലോകത്തേക്ക് ഇറങ്ങിയാണ്. അദ്ദേഹം നേരെ ഉജ്ജയിനിയിലേക്ക് പോയി, ഒരുപാട് സ്ഥലങ്ങൾ കയറി ഇറങ്ങി. അങ്ങനെ അദ്ദേഹം ചെന്നുപെട്ടത് ശങ്കരാചാര്യരുടെ ഗിരി പരമ്പരയിൽപ്പെട്ട ഒരാശ്രമത്തിലാണ്. ആ ആശ്രമത്തിലെത്തി അവിടെ നിന്ന് അദ്ദേഹം സന്യാസം സ്വീകരിച്ച് ബോധാനന്ദഗിരി എന്ന പേരിൽ തിരിച്ച് നാട്ടിലേക്ക് വന്നു. അങ്ങനെ നാട്ടിൽ വന്ന് അദ്ദേഹം നാട്ടിൽ തൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങോട്ട് തുടങ്ങി. ഈ അക്രമം അവസാനിപ്പിക്കണം, ഈ അനീതി അവസാനിപ്പിക്കണം, ഈ തൊട്ടുകൂടായ്മ അവസാനിപ്പിക്കണം, ഈ തീണ്ടൽ അവസാനിപ്പിക്കണം. അദ്ദേഹം ചിറക്കൽ ഗ്രാമത്തിൽ ഒരു അവധൂത മന്ദിരമുണ്ടാക്കി. ഈ അവധൂത മന്ദിരമുണ്ടാക്കിയിട്ട് അദ്ദേഹം ഇറങ്ങി നടന്നു, ഓരോ സ്ഥലങ്ങളിലും പോയി, ഓരോ ആൾക്കാരെ കണ്ട്, ജാതിയില്ലാതെ മതമില്ലാതെ അധകൃത വർഗങ്ങളെ കണ്ട്
അവരോട് ആത്മീയത ഉപദേശിച്ചു. ആത്മീയതയുടെ വഴിക്ക് വന്നവരെ അദ്ദേഹം തൻ്റെ കൂടെ ചേർത്തു. അങ്ങനെ അദ്ദേഹം ഒരു കുറച്ച് പേർക്ക് സന്യാസം കൊടുത്തു, സന്യാസിമാരാക്കിയിട്ട് അവരിറങ്ങി പോവുകയാണ്. അവരിങ്ങനെ ഒരു ഗ്രാമത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഗ്രാമത്തിൽ ഒരു വീടെടുത്ത് അവിടെ നിൽക്കും. എന്നിട്ട് കൂടെയുള്ള സന്യാസിമാർ ഇതുപോലെ തപ്പി നടക്കും. ആത്മരോക്ഷമുള്ളവർ, പ്രവർത്തിക്കാൻ കഴിയുന്നവർ, അവരെ തേടിപ്പിടിച്ച് അങ്ങനെയുള്ള ചെറുപ്പക്കാരൊരു 10-20 പേരെ സംഘടിപ്പിക്കും. ജാതിയൊന്നും പ്രശ്നമല്ല. പക്ഷേ അവർക്ക് ഈഴവർ തൊട്ട് താഴോട്ടുള്ള ആളുകളെ മാത്രമേ കിട്ടുകയുള്ളൂ. മറ്റവർക്കാർക്കും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. അവർക്ക് ഈ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. വഴിയിലിറങ്ങി നടക്കാൻ ബുദ്ധിമുട്ടില്ല. ഒളിച്ചു നടക്കേണ്ട കാര്യമില്ല. വിദ്യാഭ്യാസം ചെയ്യുവാൻ അവകാശം നിഷേധിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ നിഷേധിക്കപ്പെട്ട ആളുകളെ തേടിപ്പിടിച്ച് അവരിൽ കരുത്തരായ ആളുകളെ, ധൈര്യമായിട്ട് പോരാടാൻ കഴിയുന്ന ആളുകളെ കണ്ടെത്തി. അത് വളരെ പരിശ്രമിക്കണം കേട്ടോ. ചുമ്മാതെ അങ്ങോട്ട് ഓടിച്ചെന്ന് ഇന്നത്തെ കാലത്ത് വിളിക്കുന്ന പോലെ മെമ്പർഷിപ്പ് കൊടുത്ത് വിളിച്ച് യൂണിയൻ ഉണ്ടാക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നത് പോലെ ഒന്നുമുള്ള കാലഘട്ടമല്ല. അതിനെ അറിഞ്ഞാൽ തല പോകുന്ന കാലമാണ്. വലിയ ശിക്ഷകൾ ഏറ്റുവാങ്ങണം. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇവർ പോയി ആളുകളെയൊക്കെ സംഘടിപ്പിക്കും. ഒരു 15 ആളെ 20 ആളൊക്കെ സംഘടിപ്പിച്ച് കഴിയുമ്പോൾ ഈ ആളുകളുമായിട്ട് വന്നു കഴിഞ്ഞാൽ സ്വാമി അകത്തൊരു മുറിയിൽ 7 തിരിയിട്ടൊരു നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് ഒരു കഠാരയും വെച്ചിട്ടുണ്ട്. സന്യാസിയാണ് കേട്ടോ. ഈ സന്യാസി എന്ന് പറഞ്ഞാൽ ബോധാനന്ദ സ്വാമികളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താ പറയുന്നത്, കാവിക്കുള്ളിലെ ബോംബാണെന്നാണ് പറയുന്നത്. കാരണം ഗുരുദേവൻ എത്ര ശാന്തനായിരുന്നു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു സ്വഭാവമാണ് ഇദ്ദേഹത്തിന്. നമുക്ക് ആ ഭാഗം നമ്മളിപ്പം കിടന്നു വരണ്ട. ഈ ശിഷ്യന്മാർ പിടിച്ചുകൊണ്ട് വരുന്ന ആളുകളെ ഒരു മുറിയിലേക്ക് കൊണ്ടുവരും. ആ മുറിയിൽ കൊണ്ടുവന്നിട്ട് ബോധാനന്ദ സ്വാമികളൊരു പ്രതിജ്ഞ എടുപ്പിക്കും. എനിക്ക് മുകളിൽ ജാതിയില്ല, എനിക്ക് താഴെയും ജാതിയില്ല, ഞാൻ ആരുടെയും അടിമയുമല്ല, ആരെയും അടിമയാക്കുകയുമില്ല എന്ന് പറഞ്ഞൊരു പ്രതിജ്ഞ ചെയ്തുകൊണ്ട് സ്വാമികൾ ആ വിളക്കിൻ്റെ മുമ്പിൽ, സ്വാമികളുടെ മുമ്പിൽ കൈമുറിച്ച് രക്തം ഒഴുക്കി അവർ സ്വാമിയുടെ പ്രസ്ഥാനത്തിലേക്ക് ചേരുകയാണ്. അങ്ങനെ സ്വാമിയെ കൊണ്ട് സ്വാമി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ച് ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. എന്നിട്ട് ഈ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് എവിടെ മനുഷ്യനെ അടിച്ചമർത്തുന്നോ അവിടേക്ക് സ്വാമിയും സ്വാമിയുടെ സൈന്യവും കടന്നു ചെന്നാൽ ഭയങ്കരമായ ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുണ്ട്. ഒരു സന്യാസിക്ക് ചേരുന്ന രീതി ആയിരുന്നില്ല. ഭയങ്കരമായ ഏറ്റുമുട്ടലുകൾ നടന്നു. അതിങ്ങനെ ഉത്സവം വരുന്ന സമയത്ത് ദേവിയുടെ കോലമെഴുന്നള്ളിക്കുകയാണ്. കോലമെഴുന്നള്ളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അവിടെയുള്ള ഈഴവരൊക്കെ, കാരണം വഴിക്ക് അഭിമുഖമായിട്ട് ഈഴവർക്ക് മാത്രമേ അപ്പോൾ വീടുകളുള്ളൂ. മറ്റ് ആളുകൾക്കൊന്നും വഴിയുടെ 7 അയലത്ത് പോലും വീടുകളില്ല. അപ്പോൾ ഈഴവർ എന്നാ ചെയ്യണം, ദേവിയെ എഴുന്നള്ളിച്ച് ദേവി പറയെടുക്കാനായിട്ടൊക്കെ വരുന്ന സമയത്ത് അവരെല്ലാം അവിടെ നിന്ന് ഒഴിവായി പോകണം. വീടെല്ലാം അടച്ച് പൂട്ടി അവരെല്ലാം ഒഴിവായി പോകണം. കണ്ടു കഴിഞ്ഞാൽ അടിച്ച് ഓട്ടിക്കും. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് സ്വാമികൾ അങ്ങോട്ട് ചെന്നിട്ട് സ്വാമിയും സ്വാമിയുടെ ആൾക്കാരും വന്നിട്ട് അവിടെ അങ്ങോട്ട് നിൽക്കും. ഈ സവർണർ വലിയ ഗുണ്ടായുസമൊക്കെ കാണിക്കാനായിട്ട് വലിയ വീരശൂര പരാക്രമികളായിട്ട് ഇങ്ങോട്ട് വരികയാണ്. വരുമ്പോഴത്തേക്ക് മാറാതെ, ഈഴവരുടെ വീട്ടിലൊക്കെ മാറാതെ ആൾക്കാർ നിൽക്കുന്നു. സഹിക്കുമോ? അവർ ഓടി വന്ന് അടിക്കാൻ വന്നപ്പം ഈ സ്വാമി ഉൾപ്പെടെ മുണ്ടുമടക്കി കുത്തി തിരിച്ചങ്ങോട്ട് അടി എന്ന് പറഞ്ഞാൽ അടിച്ചോടിച്ച് പല സ്ഥലങ്ങളിൽ നിന്ന് ഓടിച്ചു. അപ്പോൾ രാജാവ്, അയ്യോ ഇവർ വെറുതെ ഇരിക്കുമോ? ഇവരപ്പോഴേ പരാതിയുമായിട്ട് രാജധാനിയിലേക്ക് ഓടും. രാജകൊട്ടാരങ്ങളിലെത്തി പരാതികൾ കൊടുത്തു. കേസായി കഴിഞ്ഞ് കോടതിയിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബോധാനന്ദഗിരി സ്വാമികൾക്ക് വേണ്ടി വാദിക്കാനായിട്ട് ഒരു വലിയ അഡ്വക്കേറ്റ് ഉണ്ട്, മഞ്ചേരി രാമയ്യനാണ് കേസ് വാദിക്കുന്നത്. സവർണരാണ്. അദ്ദേഹത്തെ പോലെയുള്ള പ്രഗത്ഭരായ ആളുകൾ കേസ് വാദിച്ച്
ഒരു ശിക്ഷയും വാങ്ങിക്കാതെ ഇങ്ങനെ ആളുകളെ കേസിൽ നിന്ന് ഒഴിവാക്കിയെടുക്കും. ഇതുകൊണ്ട് പൊറുതിമുട്ടി പല സ്ഥലത്തും സവർണരായിട്ടുള്ള ആളുകൾ ഏറ്റുമുട്ടലിൽ പോരില്ല. കാരണം അവർക്ക് അപമാനമായി. വഴിമാറാൻ പറഞ്ഞാൽ അടി ഉറപ്പാണ്, അടിച്ചോടിക്കും. ഇങ്ങോട്ട് വഴിമാറാൻ പറഞ്ഞു വന്നാൽ അടിച്ചോടിക്കും. അവസാനം ഇവർ വഴിമാറി പോകേണ്ട ഒരു സ്ഥിതി വന്നു. അപ്പം ഇതിനെതിരെ അവർ ശക്തമായ രീതിയിലുള്ള പ്രചരണം അത് ആരെ കൊണ്ടാണ്? ഗവൺമെൻറ്റിനെ കൊണ്ടാണ് നടത്തുന്നത്. അതെല്ലാം ഗവൺമെൻറ് ചെയ്തു കൊടുക്കും. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞു വന്നൊരു ഭാഗമുണ്ട്. ഈഴവരെ ഇതുപോലെ തിരുവിതാംകൂറിൽ ഈഴവർക്ക് വിദ്യാഭ്യാസം ചെയ്യാനായിട്ട് ഇവിടെ ബ്രാഹ്മണർ അനുവദിച്ചില്ലെങ്കിൽ നമ്മൾ വിദേശത്തു നിന്ന് പോയി അന്യനാട്ടിൽ പോയി നിന്ന് തമിഴ്നാട്ടിൽ നിന്നും മറ്റുമൊക്കെ അറിയാവുന്ന ആളുകളെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് നമ്മുടെ ആളുകളെ വിദ്യാസമ്പന്നരാക്കി. 1891 തിരുവിതാംകൂറിൽ സെൻസസ് എടുക്കുന്ന സമയത്ത് 25,000-ഓളം ഈഴവർ വിദ്യാസമ്പന്നരായിരുന്നു. ഏകദേശം 2 ലക്ഷത്തോളം ഈഴവരുള്ളതിൽ 25,000-ഓളം ഈഴവർ വിദ്യാഭ്യാസം ഉള്ള ആളുകളായിരുന്നു. പക്ഷെ അതിൽ ഒരാൾ പോലും തിരുവിതാംകൂറിൽ 5 രൂപ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരായിരുന്നില്ല. പക്ഷേ എങ്കിൽ നമ്മൾ നമ്മുടെ ആളുകളെ വിദ്യാഭ്യാസമില്ലാത്തതിൻ്റെ പേരിൽ അജ്ഞത കൊണ്ട് പുറന്തള്ളപ്പെടാതിരിക്കാൻ സമുദായത്തിലെ പ്രമാണിമാർ ചെറിയ സഭകളുണ്ടാക്കി ഓരോ സ്ഥലങ്ങളിലും അത്യാവശ്യം വിദ്യാഭ്യാസവും നമുക്ക് ജ്യോതിഷവും വൈദ്യവും ഒക്കെ ആയിട്ട് നമ്മളങ്ങ് ജീവിച്ചു. അതുകൊണ്ടാണ് പുലയരെ, പറയരെ, കുറവരെ എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങൾ അനുഭവിച്ച അടിമത്തം നമ്മൾ അനുഭവിക്കാതെ പോയത്. അത് നമ്മുടെ സമുദായത്തിലെ ആളുകളുടെ നമ്മൾ പറയുമ്പോൾ പറയോ ഈഴവർക്ക് വലിയ വർഗസ്നേഹമൊന്നുമില്ലെന്ന്. ഈഴവരോളം വർഗസ്നേഹമുള്ളവർ വേറെ ആ നൂറ്റാണ്ടിലെങ്കിലും ഉണ്ടായിട്ടില്ല. അത്ര വർഗസ്നേഹം ഉണ്ടായിരുന്നത് കൊണ്ടാണ് സ്വന്തം ജനതയെ അധപ്പതനത്തിലേക്ക് തള്ളിവിടാതെ ഈ സമുദായം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുരക്ഷിച്ചു കൊണ്ടുവന്നു. എല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ അടിയറവ് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുന്ന സമയത്താണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ മനുഷ്യ ജന്മമെടുത്ത് നമ്മുടെ ഇടയിലേക്ക് വന്നത്. അല്ലെങ്കിൽ നമ്മൾ അവസാന നിമിഷം വരെ പൊരുതി, ബ്രാഹ്മണ്യത്തോട് പൊരുതി. ഓരോ നൂറ്റാണ്ടുകളിലും ഓരോ രാജാക്കന്മാർ ഭരിക്കുമ്പോഴും ആ രാജാക്കന്മാരെ സ്വാധീനിച്ചുകൊണ്ട് നമുക്കുണ്ടായിരുന്ന അവകാശങ്ങൾ ഓരോന്നോരോന്നായിട്ട് കവർന്നെടുത്തു. അങ്ങനെ നമ്മളെ ചവിട്ടി താഴ്ത്തി അതിൻ്റെ അവസാന നിമിഷമെത്തിയപ്പോഴാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അവതരിക്കുന്നത്. എന്തുകൊണ്ടാണ്? നമ്മുടെ ആത്മീയത കൊണ്ടാണ്. നമ്മുടെ അമ്മമാര് അവർ നൊന്ത് വിളിച്ച അവരുടെ ഹൃദയത്തിൻ്റെ വേദന കണ്ടുകൊണ്ടാണ് ഭഗവാൻ അവതരിക്കുന്നത്. നമ്മൾ നൊന്ത് വിളിച്ച് പ്രാർത്ഥിച്ചു. നമ്മൾ എന്താണ് പറഞ്ഞത്? ഭഗവാനെ, ഞങ്ങൾ അനുഭവിക്കുന്ന ഈ കഷ്ടതയിൽ നിന്ന് ഞങ്ങൾക്ക് മോചനമില്ലേ, ഞങ്ങളെ രക്ഷിക്കില്ലേ? ആ ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥന ഈശ്വരൻ കേട്ടതിൻ്റെ ഫലമായിട്ടാണ് കൈലാസത്തു നിന്നാണേലും വൈകുണ്ഠത്തിൽ നിന്നാണെങ്കിലും എവിടെയാണ് ഈശ്വരൻ വസിക്കുന്നതെന്നാൽ അവിടെ നിന്ന് ഈശ്വരൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. യാതൊരു സംശയവും വേണ്ട, ശ്രീനാരായണ ഗുരുദേവൻ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തി മനുഷ്യരൂപം ധരിച്ചു വന്നതാണ്. അതിനെ ഇന്ന് പലരും അംഗീകരിക്കുന്നില്ല. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഗുരുവിനെ ഒരു സന്യാസിയായിട്ടാണ് കാണുന്നത്. സന്യാസിയായിട്ട് കാണുന്ന ആളുകൾ അവരുടെ കുഴപ്പമല്ല, അവർ പഠിച്ചു വച്ചിരിക്കുന്ന ഗുരുദേവൻ്റെ കൃതികൾ എടുത്ത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഗുരുവിനെ ഒരു സന്യാസിയായിട്ടേ കാണാൻ പറ്റുള്ളൂ. കാരണം ഗുരുവിനെ കൃതികൾ മാത്രം പഠിക്കാതെ ഗുരുദേവൻ്റെ ചരിത്രം പഠിക്കണം. ചരിത്രം കൂടെ പഠിക്കണം. ഒന്നും ഒറ്റയ്ക്ക് പഠിക്കണം, രണ്ടും പഠിക്കണം. ചരിത്രം പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാകും. ഗുരുദേവൻ കടന്നുപോയ വഴികളിലെല്ലാം 1000കണക്കിന് അടയാളങ്ങളാണ് ഇട്ടിരിക്കുന്നത്.
നമ്മളെല്ലാം പറയും ഗുരുദേവൻ മരുത്വമലയിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷമാണ് ഗുരുവിന് ശക്തി ലഭിച്ചതെന്ന്. അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. ഗുരു കേവലം 3 വയസ്സുള്ളപ്പോൾ താൻ ആരാണ് എന്ന് തെളിയിച്ചു. ഗുരുദേവൻ ചെയ്തത് എന്താണെന്നറിയോ? 3 വയസ്സായ പ്രായമുള്ള സമയത്ത് വലിയ വരൾച്ച അനുഭവപ്പെട്ടു. ചെമ്പഴന്തിയിലൊക്കെ വലിയ വരൾച്ച അനുഭവപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക്, അന്ന് ചെമ്പഴന്തിയിൽ ഓർക്കണം, ഗുരുവിന് 3 വയസ്സുള്ളപ്പം അവർക്ക് കുടുംബക്ഷേത്രമുണ്ട്. ഈഴവർക്ക് കുട്ടിയമ്മ മാതാവിൻ്റെ ഒരു വല്യച്ഛനാണ് അവിടെ പ്രതിഷ്ഠ നടത്തിയത്. ഈഴവർക്ക് പ്രതിഷ്ഠ നടത്താൻ മുമ്പ് അധികാരമില്ലായിരുന്നെങ്കിൽ ഈഴവർ അങ്ങനെ അവിടെ പ്രതിഷ്ഠ നടത്താൻ പറ്റുമോ? ആ ക്ഷേത്രത്തിൻ്റെ അവകാശികളെന്ന് പറഞ്ഞത് ചെമ്പഴത്തി പിള്ളയും വയൽവാരം വീട്ടുകാരുമാണ്. അങ്ങനെ അവർക്ക് ഈ നായർ സമുദായവും ഈഴവ സമുദായത്തിനും തുല്യ പങ്കാളിത്തമുള്ള ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയതും ആ ക്ഷേത്രത്തിലെ പൂജ നടത്തിക്കൊണ്ടിരിക്കുന്നതും ഗുരുദേവൻ്റെ വീട്ടുകാരാണ്. അപ്പം നമുക്ക് ഇതൊക്കെ ചരിത്രത്തിൽ നിന്ന് തുടച്ച് നീക്കി. പക്ഷേ ഗുരുദേവനുമായിട്ട് വന്ന ചരിത്രം വന്നപ്പം അത് മാത്രമാണ് പുറത്തേക്ക് വന്നത്. അതുപോലെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഓരോ ഘട്ടങ്ങളിൽ അവസരം കിട്ടുമ്പോൾ പറയാം. പക്ഷേ ഇവിടെ ഗുരുദേവൻ 3 വയസ്സുള്ളപ്പോൾ അമ്മയോട് പറഞ്ഞു, പൊങ്കാല ഇടാൻ പോവുക, ഭയങ്കര വരൾച്ച. അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ പൊങ്കാല ഇടാം, ഞാൻ പൊങ്കാല ഇട്ടാൽ ദേവിക്ക് ഇഷ്ടമാവും. ഉടനെ പറഞ്ഞു, മോൻ പോരെ, കാരണം ഗുരുവിനെ നിഷേധിക്കാൻ പറ്റില്ല. ഗുരുവിനെ ചെറുപ്പകാലത്ത് പോലും ആര് കണ്ടാലും കണ്ണിന് ആനന്ദമയമായ കാഴ്ചയാണ്. നമ്മൾ വേറൊന്നും ചെയ്യണ്ട, ഗുരുവിനെ ഒന്ന് നോക്കിയാൽ മതി. ഗുരുവിനെ നോക്കിയാൽ മനസ്സിൽ സന്തോഷം അങ്ങനെ അലയടിച്ചുയരും. കണ്ടാൽ നമ്മുടെ കണ്ണിനെ നമ്മുടെ മനസ്സിനെ മോഹിപ്പിക്കും. നമ്മൾ ഗുരുവിലേക്ക് പോകും. നമ്മൾ കൃഷ്ണൻ്റെയൊക്കെ വർണ്ണനയാണ് ചെറുപ്പത്തിൽ കേട്ടിരിക്കുന്നത്, കാർമുകിൽ വർണ്ണൻ്റെ ആ വർണ്ണന. പക്ഷെ അതുപോലെ തന്നെയായിരുന്നു ഗുരുവിൻ്റെ ബാലലീലകളെക്കുറിച്ച് മുഴുവൻ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഗുരുവിൻ്റെ ബാലലീലകളെക്കുറിച്ച് ആദ്യമായിട്ട് ഗുരുവിൻ്റെ ചരിത്രം എഴുതി ഡോക്ടറേറ്റ് എടുത്ത ഡോക്ടർ ഓമന, അവർ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിലും ഓമന മാഡത്തോട് ഒരു 15 മിനിറ്റോളം ഫോണിൽ സംസാരിച്ചു. അവർക്ക് നല്ല പ്രായമുണ്ട്, ഏകദേശം 90 വയസ്സിനടുത്ത് പ്രായമുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ചെമ്പഴന്തി ഉള്ളൂർ ആണ് അവർ താമസിക്കുന്നത്. അപ്പോൾ ചെമ്പഴന്തിയായിട്ടൊക്കെ അടുത്ത് ബന്ധമുണ്ട്. അതുപോലെ അവർ അരുവിപ്പുറത്തിനടുത്താണ് അവരുടെ സ്വന്തം വീട്. അവർ കെട്ടിച്ചുകൊണ്ട് വന്നതാണ് ഉള്ളൂർ. അപ്പോൾ ഇവർ പോയി അവിടുത്തെ ചരിത്രങ്ങളൊക്കെ കുറച്ച് ശേഖരിച്ചെടുത്ത്. അപ്പം അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും. അപ്പം അങ്ങനെ പറഞ്ഞു തന്നു. അപ്പം എന്നോട് പറഞ്ഞു, 3 വയസ്സുള്ള കാലത്ത് ഗുരുദേവൻ അമ്പലത്തിൽ പൊങ്കാല ഇടാൻ പോയി. ദേവീക്ഷേത്രത്തിൽ, മണക്കൽ ദേവീക്ഷേത്രത്തിൽ പൊങ്കാല ഇടും. മണക്കൽ ദേവീക്ഷേത്രമല്ല, അത് ഇവരുടെ വേറൊരു കുടുംബക്ഷേത്രമാണെന്നാണ് മാഡം പറഞ്ഞത്. പക്ഷേ ചരിത്രത്തിലൊക്കെ എഴുതിയിരിക്കുന്നത് മണക്കൽ ക്ഷേത്രം എന്നാണ്. മണക്കൽ ക്ഷേത്രമല്ല, ഗുരുദേവൻ്റെയൊക്കെ വേറൊരു സ്വന്തം ക്ഷേത്രം ഉണ്ടായിരുന്നു അവിടെ, ഇലഞ്ഞിക്കൽ തറവാടിൻ്റെ. ആ ക്ഷേത്രത്തിലാണ് പൊങ്കാല ഇടുന്നത്. ആ ക്ഷേത്രത്തിൽ പൊങ്കാല ഇടുമ്പോൾ ഒരുപാട് പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും പോയി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൗതുകത്തോട് നോക്കുകയാണ്. കൊച്ചു കുഞ്ഞായ നമ്മുടെ നാരായണൻ, കൊച്ചു നാരായണൻ പൊങ്കാല ഇടുകയാണ്. ഒരാചാര്യനെ പോലെ നിന്നുകൊണ്ട് പൊങ്കാലയ്ക്ക് അമ്മ പറഞ്ഞിരുന്നതുപോലെ എല്ലാം ചെയ്തു. മനോഹരമായിട്ടൊരു പൊങ്കാല അങ്ങോട്ട് അർപ്പിച്ചു. അന്തരീക്ഷം വെയിൽ കൊണ്ട് ജ്വലിച്ച് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഉച്ചസ്ഥനായി നിൽക്കുന്ന സൂര്യൻ്റെ ആ സമയത്ത് ചൂടേറ്റ് എല്ലാവരും വാടി വീഴുന്ന ആ സമയത്ത് ഒരു മഴക്കാറ് പോലും മഴയുടെ ഒരു മഴക്കാറ് പോലും അന്തരീക്ഷത്തിലില്ല. പക്ഷേ ഈ പൊങ്കാലക്കലം തിളച്ചു മേൽപോട്ട് പൊന്തി വരുമ്പോൾ ആകാശത്തൊരു വെള്ളടി വെട്ടി. അപ്പോഴത് കോരിച്ചൊരിയുന്ന മഴ. ആ പൊങ്കാല കലം പോലും അവർക്ക് എടുക്കാൻ പറ്റിയില്ല. അതിശക്തമായ മഴ. ആ മഴയിലെല്ലാം മറന്ന് എല്ലാവരും കുളിച്ചു, ആറാടിപ്പോയി. അത്ര ഭയങ്കരമായ മഴ. ഒരുപാട് സമയം നിന്ന് ആ മഴ അവർക്ക് ആവശ്യത്തിന് ജലാശയങ്ങളിലെല്ലാം ജലം നിറച്ചു. നമുക്കെത്ര ജലം ആവശ്യമുണ്ടോ അത്രയും ജലം ലഭിക്കുവോളും മഴ പെയ്തു. എല്ലാവരും പറഞ്ഞു, ദേവിയുടെ കടാക്ഷം, നമ്മുടെ കൊച്ചു നാരായണൻ, കൊച്ചു നാണു പൊങ്കാല ഇട്ടതുകൊണ്ട് ദേവി പ്രസാദിച്ചിരിക്കുന്നു.
എല്ലാവരും വിചാരിച്ചു ദേവിയുടെ പ്രസാദമാണെന്ന്. പിന്നൊരിക്കൽ ഗുരുദേവൻ തന്നെ അരുവിപ്പുറത്ത് മഴ പെയ്യിച്ചിരുന്നു. അരുവിപ്പുറം ക്ഷേത്രത്തിൽ അർദ്ധനാരീശ്വരസ്തവം ചൊല്ലി മഴ പെയ്തു. എല്ലാവർക്കും അറിയാമല്ലോ അതല്ലേ? ആ കഥയെ നിങ്ങളൊന്ന് ഓർമ്മിക്കണം. അതിൻ്റെ അർത്ഥം എടുത്ത് വ്യാഖ്യാനിച്ച് നോക്കണം. എവിടെയെങ്കിലും ഭഗവാൻ ശിവനോട് ശ്രീനാരായണ ഗുരുദേവൻ, ഭഗവാനെ എൻ്റെ ഭക്തരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കണേ, അവർക്ക് മഴ പെയ്യിച്ചു കൊടുക്കണേ എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ ഭഗവാൻ? ഭഗവാൻ ഒരു തരത്തിൽ ശിവനെ ശാസിക്കുകയാണ് ചെയ്യുന്നത്. ഗംഗയെ ശിരസിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഒരു തുള്ളി വെള്ളമില്ലാതെ ഈ ജനങ്ങൾ ഓടി നടക്കുന്നു. മണ്ണെടുത്ത് ഞെക്കിപ്പിഴിഞ്ഞാൽ പോലും ഒരു തുള്ളി വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയിലായി. എങ്ങനെ മനുഷ്യൻ ജീവിക്കും? അതുകൊണ്ട് വെള്ളം മനുഷ്യർക്ക് കൊടുക്കണമെന്ന് തൻ്റെ കർത്തവ്യം മറന്നുപോയ ഒരാളോട് തൻ്റെ കർത്തവ്യം എന്താണെന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കുന്ന ഒരു താക്കീത് പോലെയാണ് ഗുരു ആ കൃതി എഴുതിയത്. പ്രിയമുള്ളവരെ, മഴ ധാരാളമായി ലഭിച്ചു. എല്ലാ കാര്യങ്ങളൊന്നും പറയാനായിട്ട് നമുക്ക് കഴിയില്ല. കാരണം അങ്ങനെ മഹാത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കേരളക്കരയിലും തമിഴ്നാട്ടിലും എല്ലാം ഭഗവാൻ പോയ വഴിത്താരകളിലെല്ലാം അടയാളങ്ങളുണ്ട്. ഈ അടയാളങ്ങൾ കാണുമ്പോഴാണ് ഈ വന്നയാൾ ആരാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ ആരാണെന്ന് അറിയുന്നത് ഈ അടയാളങ്ങൾ കണ്ടുകൊണ്ടാണ്. നമ്മൾ കൃതികളെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ കൃതികൾ നമുക്ക് ആത്മീയ ജ്ഞാനം ഉണ്ടാകാൻ തന്നതാണ്. അതിനൊരു രഹസ്യമുണ്ട്. ഗുരുദേവൻ ആ കൃതികളൊക്കെ എഴുതിയത്. ഗുരുദേവന് കൃതികൾ എഴുതുന്ന കാലത്ത് ഈ സവർണര് എല്ലാ പൗരാണിക ഗ്രന്ഥങ്ങളും അവരുടെ അറയിൽ വെച്ച് പൂട്ടി വെച്ചിരിക്കുകയാണ്. അവരാരും അത് പുറത്തേക്ക് കാണിക്കുന്നില്ല. അങ്ങനെ അറയിൽ വെച്ച് അവർ പൂട്ടി വെച്ച് ഇരിക്കുന്ന അവസരത്തിൽ ഗുരുദേവൻ ചെയ്തൊരു കാര്യം, ഗീതയുടേതായാലും രാമായണത്തിൻ്റെതായാലും ഭാഗവതത്തിൻ്റെതായാലും മഹാഭാരതത്തിൻ്റെതായാലും 18 പുരാണങ്ങളുടേതായാലും ഭഗവത്ഗീതയിലായും എല്ലാം ചെറിയ ചെറിയ പദ്യങ്ങളായിട്ട് ഗുരുവിനോട് പുറത്തേക്ക് എഴുതി വിട്ടു. ഇപ്പോൾ ആത്മോപദേശ ശതകം മാത്രം നോക്കിയാൽ മതി. അപ്പം അതിലടങ്ങാത്ത ഒരു ശാസ്ത്രവുമില്ല. എല്ലാ ശാസ്ത്രങ്ങളെയും കൂട്ടി ഗുരുദേവൻ അതെല്ലാം ഇങ്ങോട്ട് എഴുതി പുറത്തേക്ക് വിട്ടപ്പം ഗുരുവിനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി, ഇതൊന്നും ഗുരുവിൻ്റെ സൃഷ്ടിയല്ല, ഇതെല്ലാം ഇവിടെ ഉള്ളതാണ്, ഇതെല്ലാം ഭാരതത്തിലെ ഋഷിമാര് കണ്ടെത്തിയ സത്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുദേവന്റെ വാദത്തെ പൊളിക്കുന്നതിന് വേണ്ടി അറയിൽ വെച്ചിരുന്ന എല്ലാ പൗരാണിക ഗ്രന്ഥങ്ങളുമായിട്ട് ഓരോ ആചാര്യന്മാർക്ക് രംഗത്ത് വരേണ്ടി വന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് മണത്തല മൂസത്. തലശ്ശേരിയിലെത്തിയ ഗുരുദേവനെ വെല്ലുവിളിച്ചു. ഗുരുദേവനോട് ആത്മീയ സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് നീലകണ്ഠ മൂസത് എന്ന് പറയുന്ന മണത്തല മൂസത് ഗുരുദേവനെ വെല്ലുവിളിച്ചു. നമുക്ക് തൃപ്പാദങ്ങൾ പറഞ്ഞ ഇതിനെന്താ സംവാദിക്കാൻ വരാൻ പറഞ്ഞു. അപ്പം അതിന് ദൃക്സാക്ഷിയായിരുന്ന മുയ്യാരത്ത് ശങ്കരൻ്റെ ആത്മകഥയിൽ പറയുന്നൊരു ഭാഗമുണ്ട്. ഗുരുവിൻ്റെ ചരിത്രം വായിക്കണമെങ്കിൽ ഇവിടെ ഗുരുവിൻ്റെ ചരിത്രത്തെ ഏതാണ്ട് 70ഓളം ജീവചരിത്രങ്ങൾക്ക് മുകളിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഈ ജീവചരിത്രങ്ങളൊക്കെ വായിച്ചാൽ എല്ലാ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അതെല്ലാം ഒരേ പാറ്റേണിൽ അങ്ങ് പോകുന്നതാണ്. മുയ്യാരത്ത് ശങ്കരനെ പോലെ ഗുരുദേവൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഒട്ടനവധി ആളുകളുണ്ട്. തേടിപ്പിടിച്ച് അവരുടെ ആത്മകഥകളോ അവരുടെ ഓരോ കൃതികളിലും ഒക്കെ ഗുരുദേവനെ കുറിച്ച് പറയുന്നുണ്ട്. അത് പറയുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ ഗുരുദേവനെ കിട്ടുന്നത്. അതിലൊരാളായ മുയ്യാരത്ത് ശങ്കരൻ പറയുകയാണ്, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മണത്തല മൂസത് ഗുരുദേവനെ വെല്ലുവിളിക്കുന്നത്. അത് കേട്ടപ്പോൾ അറിഞ്ഞപ്പോൾ ഞങ്ങൾക്കെല്ലാം ഭയങ്കര ആവേശമായി. ഞങ്ങളെല്ലാം രാവിലെ കുളിച്ചൊരുങ്ങി ഗുരുസന്നിധിയിലെത്തി. ധാരാളം കുട്ടികളുണ്ട്, ആബാലവൃത്തം ജനങ്ങളുണ്ട്. എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് മൂസതുമായിട്ടുള്ള സംവാദം കാണുവാനായിട്ട്. അങ്ങനെ സംവാദത്തിന് നിൽക്കുകയാണ്. കാരണം മൂസത് വിചാരിച്ചു തിരുവിതാംകൂറിൽ വലിയ പണ്ഡിതന്മാരൊന്നുമില്ല ശ്രീനാരായണ ഗുരുദേവനെ തോൽപ്പിക്കാൻ. അതുകൊണ്ട് തനിക്ക് കഴിയും. കാരണം അദ്ദേഹം
പൗരാണികമായ ഗ്രന്ഥങ്ങളെല്ലാം അരച്ച് കലക്കി കുടിച്ച് പഠിച്ച ആളാണ്. അദ്ദേഹം വന്നു. ഗുരുദേവൻ എല്ലാ ബഹുമാനത്തോടു കൂടിയും തനിക്കൊപ്പം തന്നെ കസേര കൊടുത്തു. കാരണം അത് പറഞ്ഞൊരു കാര്യം, ഗുരുവിൻ്റെ മുന്നിൽ അധികം ആരും ആളുകൾ ഇരിക്കാറില്ല. പക്ഷേ തന്നോട് സംവാദത്തിന് വന്ന ഈ മൂസദിനെ ഗുരുദേവൻ ഏറ്റവും നല്ല ബഹുമാനത്തോടു കൂടി ഒരു പ്രതിപക്ഷ ബഹുമാനം കൊടുത്ത് മുമ്പിൽ പിടിച്ചിരുത്തി അദ്ദേഹം അവിടെ സംവാദത്തിന് തയ്യാറായപ്പോൾ ഗുരുദേവൻ അകത്തേക്ക് നോക്കി കുമാരു എന്നൊരു വിളി. കുമാരനാശാൻ അവിടെ കാത്തിരിക്കുകയാണ് ഗുരുവിൻ്റെ വിളിക്ക് വേണ്ടി. ആശാൻ ഓടി വന്ന് ഗുരുവിൻ്റെ അടുത്തിരുന്നു. അപ്പോൾ സംവാദം ആരംഭിക്കുന്നു. മൂസദ് അവരൊരു ടീമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം സംസാരം സംസ്കൃതത്തിൽ തുടങ്ങിയപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, സംസ്കൃതത്തിൽ വേണ്ട, മലയാളത്തിൽ പറയൂ, ഇവരും കൂടി കേൾക്കട്ടെ എന്ന്. അവസാനം നിരന്തരമായ വാഗ്വാദങ്ങൾ, ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ആശാൻ മണി പോലെ ഉത്തരം പറയുകയാണ്. അപ്പം ഇവരുടെ മനസ്സിൽ, മൂസദിൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, എത്രയും പെട്ടെന്ന് ശിഷ്യനെ കീഴടക്കിയിട്ട് ഗുരുവിലേക്ക് എത്തണം, ഗുരുവിലേക്ക് ചോദ്യം എറിയണം. പക്ഷെ പഠിച്ച പണി 18 നോക്കി. താൻ പഠിച്ച ശാസ്ത്രങ്ങളെല്ലാം പ്രയോഗിച്ചു. അരമണിക്കൂറോളം സംവാദം നടത്തിയിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും ആശാൻ മണി പോലെ ഉത്തരം പറയുന്നു. ഇനി തൻ്റെ ആവനാഴിയിൽ ചോദിക്കാൻ, ഒരു ചോദ്യവും ചോദിക്കാൻ തൻ്റെ ആവനാഴിയിൽ ഒന്നുമില്ല. അദ്ദേഹം ആകെ വിഷണ്ണനായി പോകാൻ എഴുന്നേറ്റപ്പോൾ ഗുരു ചോദിച്ചു, നിങ്ങൾ പറഞ്ഞത് അത്രയും ശരി, ഞാനൊന്ന് ചോദിക്കട്ടെ. ഈഴവർക്ക് പ്രതിഷ്ഠിക്കാൻ അവകാശമില്ല എന്ന് പറയുന്ന നിങ്ങളുടെ ഏത് ശാസ്ത്രമാണ് പറയുന്നത്? ഒന്ന് കാണിക്കൂ എന്ന് പറഞ്ഞപ്പോൾ മൂസദ് ഗുരുദേവനെ തൊഴുതുകൊണ്ട് തല താഴ്ത്തി ഇറങ്ങിപ്പോയി. അതാണ് മഹാഗുരു. ആ സ്ഥലത്തേക്കാണ് ഉഗ്രനായ നമ്മുടെ ബോധാനന്ദ സ്വാമികൾ കടന്നു വരുന്നത്. ബോധാനന്ദ സ്വാമികൾ അവിടേക്ക് വരികയാണ്. എന്താണ്? ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ പണി തലശ്ശേരിയിൽ നടത്തുവാൻ ഗുരുദേവൻ അവിടെ എത്തിയിരിക്കുന്നു. പക്ഷേ ആ ക്ഷേത്രം പണി എങ്ങനെയും തടസ്സപ്പെടുത്തണം. ബോധാനന്ദ സ്വാമിയും സംഘവും അവിടെ എത്തി. ബോധാനന്ദ സ്വാമികൾ ശ്രീനാരായണ ഗുരുദേവനുമായിട്ടൊരു സംവാദത്തിന് തയ്യാറാകുകയാണ്. അദ്ദേഹം അവിടെ പ്രസംഗിച്ചുകൊണ്ട് നിന്നു ക്ഷേത്രത്തിനെതിരെ. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങളെ പടുത്തുയർത്തുന്ന സ്ഥാപനമാണ്. നമുക്ക് ക്ഷേത്രങ്ങൾ വേണ്ട, എല്ലാ ക്ഷേത്രങ്ങളും ബഹിഷ്കരിക്കണമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ വലിയൊരു തെറ്റാണ് ചെയ്യുന്നത്. അന്ധവിശ്വാസത്തിന്റെ ആലയമാണ് പണി കഴിപ്പിക്കുന്നത്, ഇത് അനുവദിച്ചുകൂടാ എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു, അതാ കുറച്ചപ്പുറത്ത് ശ്രീനാരായണ ഗുരുദേവൻ ഇരിപ്പുണ്ട്. പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി, കലങ്ങി മറിഞ്ഞ മനസ്സോടുകൂടി, ഒരു കൂടയിൽ കുറച്ച് പഴങ്ങളുമായിട്ട് അദ്ദേഹം ഗുരുസന്നിധിയിലേക്ക് എത്തി. ഗുരുസന്നിധിയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്വൈത ചിന്തകനായ ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്രങ്ങൾ പണിത് അന്ധവിശ്വാസത്തിന്റെ ആലയങ്ങൾ സൃഷ്ടിക്കുന്നു, ഇത് തടഞ്ഞേ പറ്റൂ. ഞാനിവിടെ ഇനി ഗുരുവിനെ കൊണ്ട് ഒരു ക്ഷേത്രവും പണിയിക്കില്ല എന്ന ഉറച്ച മനസ്സോടുകൂടി ബോധാനന്ദ ഗിരി എന്ന സന്യാസി കടന്നു വരികയാണ്. തൃപ്പാദങ്ങളുടെ അടുത്ത് വന്നു. തൃപ്പാദങ്ങൾക്ക് ആ പഴം സമർപ്പിച്ചു. ഈ സമയം അവരുടെ കണ്ണുകൾ തമ്മിൽ ഒന്നുടക്കി. ആ ഉടക്ക് ബോധാനന്ദഗിരിയുടെ ആത്മാവിലേക്ക് ഈ മഹാഗുരു എറിഞ്ഞൊരു ചൂണ്ടയായിരുന്നു. അതിൽ കോർത്തുപോയി ബോധാനന്ദഗിരിയുടെ ആത്മാവ്. അദ്ദേഹത്തിനൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. ഗുരുവിനെ നോക്കി, ഗുരു ആ കണ്ണുകളിലേക്ക് നോക്കി. എന്നിട്ട് ഗുരു പറഞ്ഞു, ബ്രാഹ്മണനെ ജയിക്കണമെങ്കിൽ അടിച്ചു നേടുവാൻ നമുക്ക് കഴിയില്ല, ഏറ്റുമുട്ടലിലൂടെ അല്ല ജയിക്കേണ്ടത്, അവരെക്കാൾ വലിയ ഉയർന്ന വിദ്യാഭ്യാസം നേടണം, അറിവ് നേടണം. അറിവിലൂടെ മാത്രമേ പരാജയപ്പെടുത്തുവാൻ കഴിയൂ, അല്ലാതെ ഒരിക്കലും അംഗം വെട്ടി ജയിക്കാൻ കഴിയില്ല എന്ന ഈ മഹാഗുരുവിന്റെ വാക്കുകൾ കേട്ട് സാഷ്ടാംഗം നമസ്കരിച്ചു. പ്രിയമുള്ളവരെ, ഈ ഉപദേശം
ഈ മഹാഗുരു ഒരു ശിഷ്യനെ തേടി ചെന്ന് ഒരു ശിഷ്യനോട് പറഞ്ഞു. ആരാണെന്നറിയുമോ? മഹാത്മാ അയ്യൻകാളിയെ. മഹാത്മാ അയ്യൻകാളി സദാനന്ദ ഗുരു എന്ന് പറയുന്ന ഒരാത്മീയ ആചാര്യൻ ബോധാനന്ദ സ്വാമികളെ പോലെ അടിക്കടി കൊടുത്ത് സവർണരെ ഒതുക്കാമെന്ന് വ്യാമോഹിച്ച് സദാനന്ദ ഗുരുവിൻ്റെ ശിഷ്യനായി. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, വില്ലുവണ്ടിയിൽ തലപ്പാവ് കെട്ടി വെല്ലുവിളിച്ചു കൊണ്ട് നടന്നു പോയ മഹാത്മാ അയ്യൻകാളി. ആ അയ്യൻകാളിയുടെ മുമ്പിലേക്ക് ശ്രീനാരായണ ഗുരുദേവൻ തേടി ചെല്ലുകയാണ് അയ്യൻകാളിയെ. ഞാൻ അതിൻ്റെ സാഹചര്യം പറയുന്നില്ല. ഗുരുദേവൻ അവിടെ ചെന്നു, മഹാത്മാ അയ്യൻകാളിയെ കണ്ടു. അയ്യൻകാളിയുമായിട്ട് നേർക്ക് നേരെ വരുന്നു. നേർക്ക് നേരെ വന്നപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, അരുവിപ്പുറത്തേക്ക് വരണം എന്ന് മാത്രം പറഞ്ഞിട്ട് ഗുരുദേവൻ അവിടെ നിന്ന് പോയി. പക്ഷെ മഹാത്മാ അയ്യൻകാളിക്കറിയാം, സാധുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, സാധുക്കളുടെ ജീവിതത്തെ ലക്ഷ്യത്തെ ഉയർത്തുന്നതിന് വേണ്ടി യാതൊരു ഭേദവുമില്ലാതെ പ്രവർത്തിക്കുന്ന ഈ മഹാഗുരു വിളിച്ച വഴി പോകാതിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിലും പറ്റില്ല. കാരണം ഗുരു അവരുടെ ആത്മാവിലേക്കാണ് ഒരു ചൂണ്ടയെറിഞ്ഞത്. ആ ചൂണ്ടയിൽ കോർത്തിട്ട് ഗുരു പോയി. അവിടേക്ക് അതേപോലെ മഹാത്മാ അയ്യൻകാളി കടന്നു വന്നു. ഇതേ വാചകം മഹാത്മാ അയ്യൻകാളിയോടും ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു. ഇവിടെ ഇപ്പം പേടനെ പോലെയുള്ള ആളുകളൊക്കെ പുതിയ കവിതകൾ എഴുതി മഹാത്മാ അയ്യൻകാളി പോരാടി നേടിയതാണ് ഞങ്ങൾക്ക് ഇന്നുള്ള ഈ സ്വാതന്ത്ര്യമെന്നും ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിൻ്റെ അമർത് ഞങ്ങൾക്ക് നേടിത്തന്നത് മഹാത്മാ അയ്യൻകാളിയാണെന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, മഹാത്മാ അയ്യൻകാളിക്ക് സാധുജന പരിപാലന സംഘമെന്ന പരിപാലന സംഘയോഗമെന്ന ഒരു സംഘടന ഉണ്ടാക്കി കൊടുത്ത് സാധുക്കളുടെ ഇടയിലേക്ക് ഇറക്കി വിട്ട് അവിടെ പ്രവർത്തിച്ചത് ഒരാളോടും ഏറ്റുമുട്ടിയല്ല, ഒരാളോട് ഏറ്റുമുട്ടാനല്ല, എല്ലാവരെയും എല്ലാവരോടും സ്നേഹത്തോട്, എല്ലാവരോടും സാഹോദര്യത്തോടു കൂടി പെരുമാറി അങ്ങനെ വളർന്നു വന്നതാണ്. അതുകൊണ്ടാണ് മഹാത്മാ അയ്യൻകാളിയുടെ മുമ്പിൽ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജി പോലും എത്തിയത്. കാരണം ഈ ഗുരു കാണിച്ചു കൊടുത്ത വഴിയാണ്. ആ ഗുരു പറഞ്ഞതനുസരിച്ചാണ് പിന്നീട് മഹാത്മാ അയ്യൻകാളി വിദ്യാഭ്യാസ രംഗത്തേക്ക് തിരിഞ്ഞു പോയത്. അങ്ങനെ വളർത്തി ഗുരു കൊണ്ടുവന്നതാണ് ഒട്ടനവധി ആളുകളുണ്ട്. അവരെ എല്ലാവരും എടുത്തു പറഞ്ഞ ബോധാനന്ദ സ്വാമികളെ പോലെ തന്നെ അങ്ങനെ കൊണ്ടുവന്നു. ഇപ്പോൾ ബോധാനന്ദ സ്വാമികളെ ഗുരുദേവൻ്റെ പ്രഥമ ശിഷ്യനായ ശിവലിംഗദാസ സ്വാമികളുടെ ശിക്ഷണത്തിലാണ് ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ തലശ്ശേരിയിൽ നിന്ന് വന്ന് പെരിങ്ങോട്ടുകര ക്ഷേത്രത്തിൽ വന്നു. അപ്പോൾ അവിടെ തന്നെ ബോധാനന്ദ സ്വാമികൾ അപ്പം തന്നെ ശിവലിംഗദാസ സ്വാമികളെ കണ്ട് അവിടെ വെച്ച് പരിചയപ്പെട്ടു. ശിവലിംഗദാസ സ്വാമികളുടെ ആശ്രമത്തിലേക്ക് പോരുകയായിരുന്നു. അങ്ങനെ പെരിങ്ങോട്ടുകര ആശ്രമത്തിലെത്തി. പെരിങ്ങോട്ടുകരയിൽ താമസിച്ചു. വലിയ സംവാദങ്ങൾ നടന്നു. താൻ ഇന്നലെ വരെ കലങ്ങി മറിഞ്ഞ് ഒരു പുഴയായി ഒഴുകി വന്ന് ഒരു ശുദ്ധജല തടാകത്തിലേക്ക് ചേരുവാൻ പോകുകയാണ്. ഇന്നലെ വരെ ബോധാനന്ദ സ്വാമികൾ കലങ്ങി മറിഞ്ഞൊരു പുഴയായിരുന്നു. എല്ലാം കലക്കി മറിച്ചു കൊണ്ടുവന്നയാള് ആ പുഴ ഒഴുകി വന്ന് എവിടെയാണ് ചേരുന്നത്? ഒരു വലിയ ശുദ്ധജല തടാകത്തിൽ. ആ ശുദ്ധജല തടാകത്തെ മലിനമാക്കുവാൻ കഴിയില്ല. ആ ശുദ്ധജല തടാകത്തിലേക്ക് കടന്നു വന്ന വഴിയായി ഒരുപാട് സംശയങ്ങൾ ചോദിച്ചപ്പോൾ അതിനെല്ലാം ബോധാനന്ദ സ്വാമികൾക്ക് തൃപ്തികരമായ ഉത്തരം കൊടുത്തത് ശിവലിംഗദാസ സ്വാമികളാണ്. ശിവലിംഗദാസ സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും തമ്മിലുള്ള ഒരുപാട് കെമിസ്ട്രികളുണ്ട്. അവർ രണ്ടുപേരും എവിടെയെങ്കിലും ഇറങ്ങി നിന്നാൽ, അവർ നടന്നു പോയാൽ സൂര്യനും ചന്ദ്രനുമാണ്, ശ്രീരാമനും ലക്ഷ്മണനുമാണ്, ഭഗവാൻ ശ്രീകൃഷ്ണനും ബലരാമനുമാണ് എന്ന് പറഞ്ഞതുപോലെ അത്യുജ്വല കാന്തിയോടുകൂടി അവർ കടന്നു പോകുന്ന ഒരു സന്ദർഭം ശിവലിംഗദാസ സ്വാമികൾ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അനുസ്മരണങ്ങളെ എഴുതിയ പേരൂർക്കട കൊച്ചയ്യപ്പൻ എന്ന് പറയുന്ന ഒരാൾ അനുസ്മരണത്തിൽ നമ്മുടെ വിവേകോദയത്തിലൊക്കെ വന്ന കാര്യമാണ്. ഗുരുദേവൻ വിളിച്ചുകൊണ്ട് പോവുകയാണ്. കാരണം
ഈ ബോധാനന്ദ സ്വാമിയെ പോലെ അല്ല ശിവലിംഗദാസ സ്വാമികൾ. പരമശുദ്ധനാണ്, ശുദ്ധരിൽ ശുദ്ധനാണ്. ഒന്നും അറിയില്ല, എല്ലാം ഗുരുവിലൂടെയാണ് പഠിച്ചത്. അദ്ദേഹത്തെ ഗുരു ഇങ്ങനെ കൊണ്ടുപോയി ഓരോന്നും പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഇവർ തമിഴ്നാട്ടിൽ പോയി. എവിടെയാണെന്ന് ശിവലിംഗദാസ സ്വാമികൾക്ക് അറിയില്ല. തമിഴ്നാട്ടിൽ ഏതോ ഒരു സ്ഥലത്ത്. അവർ പറയുന്ന തമിഴ് പോലും അറിയില്ല. അവിടെ ചെന്നപ്പോൾ കാണുന്നതോ കറത്തിരുണ്ട മനുഷ്യർ. ഈ കറത്തിരുണ്ട മനുഷ്യരുടെ ഇടയിലേക്ക്, അത് ഇങ്ങനെ ആയിരക്കണക്കിന് മനുഷ്യർ, എന്തോ ഉത്സവം അവിടെ. ആ ഉത്സവത്തിന് ഗുരുദേവൻ പോയി. ഗുരുദേവൻ ഇവരുടെ ഭാഷ അറിയാം. ഗുരുദേവൻ ഇവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ശിവലിംഗദാസ സ്വാമികൾക്ക് ഒന്നും അറിയില്ല. അദ്ദേഹം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആകെ പേടിച്ചു പോയി. കറുത്തിരുണ്ട മനുഷ്യർ, കണ്ടാൽ ഭീകര ജീവികളെന്ന് തോന്നിക്കുന്ന മനുഷ്യർ. അവർക്കാണെങ്കിലും ഈ രണ്ട് മനുഷ്യർ വലിയ അത്ഭുതമായിരുന്നു. ശിവലിംഗദാസ സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും 1000 സൂര്യ തേജസ്സോടുകൂടി ജ്വലിച്ച് നിൽക്കുകയാണ് അവരുടെ ഇടയിൽ. ഒന്ന് ഓർത്ത് നോക്കിക്കേ, അർദ്ധരാത്രിക്ക് സൂര്യൻ ഉദിച്ചാൽ എന്തായിരിക്കും? അത്ര ശോഭയോടുകൂടി നിൽക്കുകയാണ്. അപ്പോൾ ഈ ശിവലിംഗ സ്വാമികൾക്ക് തോന്നി, അയ്യോ ഗുരുവിൻ്റെ കൂടെ നിന്ന് മാറിപ്പോകരുത്. ഗുരുവുമായിട്ട് ചേർന്ന് നിന്നു. അങ്ങനെ ഗുരുവുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹം ഒരിക്കലും ഗുരുവിനെ പിരിയാതെ ഗുരുവിനോട് ചേർന്ന് നിൽക്കുക. കാരണം ഇവരുടെ ഇടയ്ക്കൊന്ന് കൂട്ടം തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഭാഷ അറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, എന്ത് ചെയ്യും, ആകെ വിഷമിച്ചു. കാരണം അതുപോലെ ജനമാണ്. ആ ജനങ്ങളുടെ ഇടയിലൂടെ നടന്നങ്ങ് പോകുമ്പോൾ ഗുരുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരത്ഭുതം, ഗുരു മാഞ്ഞു പോയി. ഗുരു എവിടെ പോയി? ചുറ്റും നോക്കിയിട്ട് ഗുരുവിനെ കാണുന്നില്ല. ശിവലിംഗദാസ സ്വാമികൾ അവിടെ എല്ലാ ആളുകളുടെ ഇടയിലൂടെ എല്ലാം ഓടി നടന്നു. ഇദ്ദേഹത്തെ എല്ലാവരും കൗതുകത്തോടു കൂടി നോക്കുകയാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ഗുരുവിനെ കണ്ടെത്താൻ പറ്റുന്നില്ല. ആരോട് ചോദിക്കും ഗുരുവിനെ കണ്ടോ എന്ന്? ഭാഷയും അറിയില്ല. അങ്ങനെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ വന്ന ആളുകളിൽ ചിലർ ഓടി വന്നിട്ട് അവർക്ക് കാര്യം മനസ്സിലായി, കരയുന്നത് എന്താണെന്ന്. കൂടെ വന്ന ആളിനെ കാണാഞ്ഞിട്ടാണ്. അപ്പോൾ ഇവർക്ക് പറയാനുള്ള ഒരാശയം എങ്ങനെയോ ശിവലിംഗദാസ സ്വാമികളുടെ മനസ്സിലേക്ക് വന്നു. അതാ നിങ്ങളെപ്പോലെ ഒരാൾ അവിടെയും ഇരിക്കുന്നു എന്ന്. അപ്പം നേരെ ഓടി ഗുരുവിൻ്റെ അടുത്ത് ചെന്നപ്പം ഗുരു ഞാനെന്ന് പറഞ്ഞല്ല രാമനാരായണ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുക. ഇത് എവിടെയായിരുന്നു ഇതുവരെ എന്ന് ചോദിച്ചു. പൊട്ടിക്കരയായിരുന്നു ശിവലിംഗദാസ സ്വാമികൾ. അത്ര ശുദ്ധനാണ്. കാരണം ഈ ഗുരു ഇട്ടിട്ട് തന്നെ ഇവിടെ ഇട്ടിട്ട് പോയാൽ താൻ എന്ത് ചെയ്യും, താൻ എങ്ങനെ ജീവിക്കും? അങ്ങനത്തെ ഒരാളാണ്. പക്ഷെ ബോധാനന്ദ സ്വാമി അതല്ല. ആ ബോധാനന്ദ സ്വാമി എല്ലാ അടവുകളും പയറ്റി ആരോടും പോരടിക്കുവാൻ ചങ്കൂറ്റമുള്ള ഒരാളാണ്. ഇവിടെ ശിവലിംഗദാസ സ്വാമികൾ ഗുരുവിൽ നിന്ന് ഉൾക്കൊണ്ട ആത്മീയത കൊണ്ട് മാത്രം, ഗുരുവിനെ പോലെ തന്നെ വലിയ സമർത്ഥനായിരുന്നു കേട്ടോ. ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട് ശിവലിംഗദാസ സ്വാമികൾ. അപ്പോൾ ആ സ്വാമികൾ വളരെ തന്മയത്വമായിട്ട് ബോധാനന്ദ സ്വാമികളെ കാട്ടാനയെ താപ്പാനെ പഠിപ്പിക്കുന്നത് പോലെ ആത്മീയതയുടെ ഉള്ളറകളിലേക്ക് സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, സഹനത്തിൻ്റെ വഴികൾ പഠിപ്പിച്ചു. അങ്ങനെയാണ് ബോധാനന്ദ സ്വാമികളോട് പിന്നീട് ശ്രീനാരായണ ഗുരുദേവൻ ചോദിക്കുകയാണ്, ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠയാണ്, വരുന്നോ നമ്മുടെ കൂടെ എന്ന്. രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. താൻ ദൈവത്തിനൊത്ത ഈ ഗുരുവരനെ കണ്ടെത്തി കഴിഞ്ഞു. ഇനി മറ്റൊരു ദൈവം തനിക്കില്ല. ഇത് ഗുരുവിൻ്റെ എല്ലാ ശിഷ്യന്മാരും നിങ്ങൾ ഓർമ്മിക്കണം. ശ്രീനാരായണ ഗുരുദേവന്റെ ഏതെങ്കിലും ഒരു ശിഷ്യൻ ഏതെങ്കിലും 30 മുക്കോടി ദേവഗണങ്ങളിൽ ഏതെങ്കിലും ഒരാളെ ആരാധിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. ശിവഗിരിയിൽ പൂജിക്കുന്ന ആരെയായിരുന്നു? അവിടെ ഉച്ച സമയത്തൊക്കെ പൂജിക്കുന്ന ആരാണ്? അവർ ഗുരു സശരീരനായിരിക്കുന്ന കാലത്ത് പോലും ഈ മഹാഗുരുവിനെയാണ് ശിഷ്യഗണങ്ങൾ പൂജിച്ചത്. അതുകൊണ്ടാണല്ലോ ഇവിടെ സ്വാഗതഗാനം ആലപിച്ചപ്പോൾ ശിവലിംഗദാസ സ്വാമികളുടെ രചനയല്ലേ വായിച്ചത്? അത് കൂട്ടി വായിച്ചാൽ എങ്ങനെ വരും? ഓം നമ ശിവായ. പിന്നീട് എഴുതി 100 ശ്ലോകങ്ങൾ ചേർത്തൊരു കൃതി എഴുതി ശിവലിംഗദാസ സ്വാമികൾ. അദ്ദേഹം പറയുന്നത് ഇത് ശ്രീ മഹാദേവനാണ് മനുഷ്യനായിട്ട് വന്നിരിക്കുന്നത് എന്ന് സമർത്ഥിച്ചുകൊണ്ട്
ഒരുപാട് കൃതികൾ ഗുരുദേവനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ബോധാനന്ദ സ്വാമികൾ. അല്ല, ബോധാനന്ദ സ്വാമികളല്ല, ശിവലിംഗദാസ സ്വാമികൾ. ഈ സ്വാമികൾ ഈ ഗുരുവിനെ എല്ലാം പഠിച്ചിട്ട് ശിഷ്യപ്രധാനിയായി നിന്നുകൊണ്ട് തൻ്റെ പിൻഗാമികളായിട്ട് വന്നവരെയെല്ലാം ഗുരുവിൻ്റെ സത്വത്തെക്കുറിച്ച് പഠിപ്പിച്ചു. പക്ഷെ ഇവരാരും നമ്മളോട് പറഞ്ഞില്ല. ഇവര് ഇപ്പം നാരായണ ചൈതന്യ സ്വാമികളാണെങ്കിൽ ഗുരു പുഷ്പാഞ്ജലി മന്ത്രം ജപിച്ചു, എഴുതി നമുക്ക് തന്നു. ശിവലിംഗദാസ സ്വാമികൾ ഗുരു ഷഡ്ഗം എഴുതി തന്നു. ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? ഗുരുവിനെ പൂജിക്കാനുള്ള മന്ത്രങ്ങളാണ്, ഗുരുവിനെ ആരാധിക്കാനാണ് പഠിപ്പിക്കുന്നത്. ഇവരാരും മറ്റൊരു ഈശ്വരനെ പൂജിക്കുന്നില്ല. അല്ലെങ്കിൽ സന്യാസിമാർക്കൊക്കെ ദേവതകൾ കാണുമോ ആരാധിക്കാൻ? ഇവർ വേറെ ഒരു ദേവതയുമില്ല ഇവർക്ക്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗുരുവിനെ മാത്രം ആരാധിച്ചുകൊണ്ടാണ് പോയത്. അങ്ങനെ ബോധാനന്ദ സ്വാമികൾ പിന്നീട് ഈ സമുദായത്തിന് വേണ്ടിയും അധകൃത വർഗങ്ങൾക്ക് വേണ്ടിയുമാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അതവരുടെ ഉന്നമനത്തിന് വേണ്ടി ഈഴവ മഹാസഭ എന്നൊരു സഭയുണ്ടാക്കി കൊച്ചി രാജ്യത്ത്. അപ്പോൾ തിരുവിതാംകൂറിൽ SNDP യോഗം ശക്തമാകുന്നത് പോലെ തന്നെ കൊച്ചി രാജ്യത്ത് ബോധാനന്ദ സ്വാമികൾ ഈഴവ മഹാസഭ സ്ഥാപിച്ചു. അതുപോലെ കൊച്ചിൻ നാഷണൽ ബാങ്ക്, കൊച്ചിയിലെ ഒരു ബാങ്ക്, ഇതൊക്കെ ഗുരുവിൻ്റെ ദർശനത്തിൽ നിന്നാണ്. പരസ്പര സഹായവും സഹകരണത്തോടും കൂടി കൃഷിയും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്ത് ഈ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി, എല്ലാവർക്കും തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി ഒരു സ്വന്തമായിട്ടൊരു ബാങ്ക് തുടങ്ങി. പിന്നീട് ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം ബോധാനന്ദ സ്വാമി ഗുരുവിനെ അല്ലാതെ ഒരു ദൈവത്തെ മുമ്പിൽ കാണാതെ, ഗുരുവിനെ സാക്ഷാൽ ജഗദീശ്വരനായി കണ്ടുകൊണ്ട് പിന്നീടുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ ഗുരു പറയുന്നത് കേട്ടായിരുന്നു. അതല്ലേ ഗുരുദേവനെ ബോധാനന്ദ സ്വാമികളോടല്ലേ പറയുന്നേ, വാടാനപ്പള്ളിയിലെ വൈക്കാട്ട് ശങ്കരൻ്റെ അവിടെ എത്തുമ്പോൾ ആ ഭവനത്തിലേക്ക് പോയി കടൽ തീരത്ത് കിടക്കാൻ. വൈക്കാട്ട് ശങ്കരൻ എന്ന വലിയ ധനികനായ മനുഷ്യൻ, ആയിരക്കണക്കിന് ഏക്കറിൽ കൃഷി ചെയ്ത് വലിയ സമ്പന്നനായിട്ട് ജീവിക്കുന്ന ആ വൈക്കാട്ട് ശങ്കരൻ്റെ കൃഷിയിടങ്ങൾ, തെങ്ങിൻ തോപ്പുകൾ കടലെടുത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പം കടലെടുത്ത് കൊണ്ടുപോകുന്നു, യാതൊരു രക്ഷയുമില്ല. എങ്ങനെ രക്ഷപ്പെടും? ആ അവസരത്തിൽ ആ സമയത്ത് അദ്ദേഹം ഒരു വീട് പണിയുകയാണ്. ആ വീട്ടിലൊരു മുറി അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. ആ മുറി എന്തെങ്കിലും ശ്രീനാരായണ ഗുരുദേവൻ വരുമ്പോൾ അവിടെ കിടത്തണം. അതിനൊരു കട്ടിലും പായും എല്ലാം റെഡിയാക്കി അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഈ കടൽ വന്ന് ഭൂമി ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പം അദ്ദേഹം ഓർത്തു, ഈ മഹാഗുരുവിനെ കണ്ടാൽ ഇതിനൊരു പരിഹാരമുണ്ടാവും. പിന്നെ അദ്ദേഹം ഒന്നും ചിന്തിച്ചില്ല. ഒരു ഓടിവെള്ളം എടുത്ത് നേരെ കൂർക്കഞ്ചേരിക്ക് ചെന്നു. ഗുരുദേവൻ അവിടെയുണ്ട്. ഗുരുദേവനെ കണ്ടു. ഗുരുദേവനോട് പറഞ്ഞു, ഭഗവാനെ, എൻ്റെ വീട്, എൻ്റെ സ്ഥലം എല്ലാം കടലെടുത്തു പോയി. ഇനി ശേഷിക്കുന്ന എൻ്റെ വീടിരിക്കുന്ന അത്രയും ഭാഗമേ ഉള്ളൂ. അതുകൂടി താമസിയാതെ കടലെടുത്തു കൊണ്ടുപോകും. അവിടുന്ന് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. ഉടനെ ഗുരുദേവൻ ചോദിക്കുകയാണ്, ശങ്കര, കടലിനോട് നാം എന്ത് ചെയ്യാനാണ് എന്ന്. അപ്പോൾ യാതൊരു അർത്ഥശങ്കയ്ക്കുമിടയില്ലാതെ വൈക്കാട്ട് ശങ്കരൻ പറയുകയാണ്, ഗുരുദേവ, അങ്ങേക്കൊണ്ട് മാത്രമേ എന്നെ രക്ഷിക്കുവാൻ കഴിയൂവെന്ന്. ഗുരു വരുന്ന ആളുകളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്നെ വിശ്വാസമുണ്ടോ എന്ന്. പ്രിയമുള്ളവരെ, ഇവിടെ വന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് ഈ മഹാഗുരുവിനെ മാത്രം ധ്യാനിച്ചുകൊണ്ട്, ഈ മഹാഗുരുവിനെ തന്നെ പ്രാർത്ഥിച്ചു കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും ഗുരു നിങ്ങൾക്കതിൻ്റെ ഫലം തരും. ഒന്ന് സംശയിച്ചുകൊണ്ട് നിങ്ങൾ അപ്പുറത്തെ ക്ഷേത്രത്തിൽ പോകുന്നു, അവിടെ പോകുന്നു, ഒന്നും എനിക്ക് വിഷയമല്ല കേട്ടോ. നിങ്ങൾ അവിടെ പോയി ഇവിടെ നടന്നില്ലെങ്കിൽ അവിടെ നടത്തിത്തരണം എന്നുള്ള ചിന്തയോടുകൂടി ഒരിക്കലും പ്രാർത്ഥിക്കില്ല. ഒന്നെങ്കിൽ നിങ്ങൾ അവിടെ പ്രാർത്ഥിച്ചു, അവിടെ കിട്ടും. പക്ഷെ ഇവിടെ ശ്രീനാരായണ ഗുരുദേവന്റെ മുന്നിൽ വന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഗുരുവിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം.
ഗുരു ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മെ വിശ്വാസമുണ്ടോ? നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ഗുരുദേവൻ്റെ അടുത്ത് ഒരു വഴിപാടും ചെയ്യണ്ട. പക്ഷേ നിങ്ങൾ ആർക്കും ഉപദ്രവമില്ലാതെ നിങ്ങൾക്ക് വിധിയുടെ വിളയാട്ടം കൊണ്ട് മറഞ്ഞു കിടക്കുന്ന എന്തെങ്കിലും ഒരു സൗഭാഗ്യം ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാളെ ദ്രോഹിച്ചിട്ടുള്ളതല്ല. ആരെയും ദ്രോഹിക്കാതെ നിങ്ങൾക്ക് അവകാശപ്പെട്ടത് എന്തെങ്കിലും കിട്ടാതെയുണ്ടെങ്കിൽ, അത് മറഞ്ഞു കിടക്കുന്നുവെങ്കിൽ ഈ മഹാഗുരുവിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. പരീക്ഷിക്കാൻ മറ്റൊരിടത്തും പോയി നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകരുത്. മറ്റ് മതസ്ഥർ അവിടെയൊക്കെ ജീവനുള്ള ദൈവത്തെയൊക്കെ കാട്ടിത്തരും. അവർക്ക് ജീവനുള്ള ദൈവം അതാണ്. കാരണം അവർക്ക് ആ ദൈവത്തെ അറിയാവൂ. അതുകൊണ്ടാണ് അവരത് ജീവനുള്ള ദൈവം എന്ന് പറയുന്നത്. മറ്റൊന്നിനെയും അവരറിയുന്നില്ല. നിങ്ങൾ ഈ മഹാഗുരുവിനെ അറിയുന്നില്ലേ? ഇവിടെ എത്രയെത്ര സമ്മേളനങ്ങൾ നടത്തി. നിങ്ങൾക്ക് ക്ഷേത്രമുണ്ട്. ഇവിടെ എത്രയെത്ര ആചാര്യന്മാർ വന്ന് ഈ മഹത് വേദിയിൽ നിന്ന് സംസാരിച്ചു. ഞാനൊരു ലേവനാണ്, ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണ്. പക്ഷേ ഇവിടെ ഒരുപാട് ആത്മീയ ആചാര്യന്മാരും ഒരുപാട് ജ്ഞാനികളും വന്ന് നിന്ന് സംസാരിച്ച ഒരു വേദിയാണ്. ആ വേദിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ ഈ ഗുരുവിനെ തിരിച്ചറിയണം. ഗുരുവിനെ മാത്രമേ അറിയാവൂ എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്തോ, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ നിങ്ങൾ ഒരു കാര്യത്തിന് സമീപിക്കുമ്പോൾ ഈ ഗുരുവിനെ പരീക്ഷിക്കരുത്. ഗുരു എൻ്റെ രക്ഷകനാണ്, ഗുരു എന്നെ രക്ഷിക്കും എന്നോ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ ഈ മഹാഗുരു അത് സാധിച്ചു തരും. അനേക ലക്ഷങ്ങൾ ഇന്ന് ഈ ഗുരുവിലേക്ക് വന്നത് ഗുരു അതിന്നും സാധിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ്. ഇന്ന് സമയമില്ല, അല്ലെങ്കിൽ അത്തരം കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാമായിരുന്നു. ഗുരുവിനെ കൊണ്ട് അസാധ്യമായ ഒരു കർമ്മവുമില്ല. ഗുരു രോഗബാധിതനായിട്ട് കിടക്കുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നി. ആ സമയത്തും ഗുരുവിൻ്റെ അടുത്തെത്തി തിരുവനന്തപുരത്തെ മാർത്താണ്ഡൻ്റെ മകളെ ഗുരു ഒരിറ്റ് വെള്ളം തൻ്റെ കൈകൊണ്ട് ആ വായിലേക്ക് കൊടുത്തപ്പോൾ ഒരു വെള്ളവും ഇറക്കാതെ കിടന്ന ആ കുട്ടി ആ വാ തുറന്ന് ആ വെള്ളം സ്വീകരിച്ചു. ആഹാരം കഴിക്കത്തെ ആ കുട്ടിക്ക് ഒരു മുന്തിരിങ്ങ കൊടുത്തപ്പോൾ ആ മുന്തിരിങ്ങ കഴിച്ചു. ആ കുട്ടിയോട് എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ അത് എഴുന്നേറ്റ്, നടക്കാൻ പറഞ്ഞപ്പോൾ നടന്നു. ഈ മഹാഗുരുവിൽ നിന്ന് അസാധ്യമായ ഒരു കർമ്മവുമില്ല. പക്ഷേ അത് മറ്റൊരാൾക്ക് ദോഷമുള്ള കർമ്മമാവരുത്. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ നാടിന് വേണ്ടി, നിങ്ങളുടെ സമുദായത്തിന് വേണ്ടി ഒക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. ഗുരു അതെല്ലാം നിങ്ങൾക്ക് തരും. അപ്പോൾ ഈ മഹാഗുരുവിൻ്റെ ശിഷ്യനാണ് ബോധാനന്ദ സ്വാമികൾ. ബോധാനന്ദ സ്വാമികളും അതിലൊരംഗമായി. ഗുരു പറഞ്ഞതുപോലെ തൻ്റെ ജീവിതമെല്ലാം ഗുരുവിന് വേണ്ടി സമർപ്പിച്ചു. വൈക്കാട്ട് ശങ്കരൻ വന്ന് ആവശ്യപ്പെടുന്നു, എൻ്റെ ഭവനം രക്ഷിക്കണമെന്ന്. ഉടനെ ഗുരു വിളിക്കുകയാണ്, ബോധാനന്ദ അവിടെ പോയി ഒന്ന് കിടക്കൂ എന്ന്. ആ കടൽ തീരത്ത് പോയി ഒന്ന് കിടക്കാൻ. എന്തിനാണ് ഞാൻ കിടക്കുന്നതെന്ന് ചോദിച്ചില്ല. അതിശക്തമായ കൊടുങ്കാറ്റിൽ ആടിയുലയുമ്പോൾ തെങ്ങുകൾ കടപുഴുകി വീഴുന്നു. എവിടേക്കാണ് ആ തെങ്ങുകൾ വീഴുന്നതെന്ന് പറയാൻ വയ്യ. ആ ഒരു തെങ്ങെങ്ങം മറിഞ്ഞ് തൻ്റെ ദേഹത്തേക്ക് വീണാൽ ഇതോടുകൂടി തൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് ആ മഹാസന്യാസിക്ക് തോന്നിയില്ല. അദ്ദേഹം നേരെ ഒരു സംശയവും പ്രകടിപ്പിക്കാതെ നേരെ ഇങ്ങോട്ട് വന്നു. അദ്ദേഹം അങ്ങോട്ട് വന്നപ്പോൾ ആളുകളൊക്കെ പറഞ്ഞു, അങ്ങോട്ട് പോകരുത് സ്വാമി, അങ്ങോട്ട് പോകരുത്. കോപിച്ച് നിൽക്കുകയാണ് കടല്. ഏത് നിമിഷവും ഈ കരയും കടൽ കൊണ്ടുപോകും, പോകരുതേ എന്ന് പറഞ്ഞപ്പോൾ ഈ സന്യാസി വര്യൻ പറഞ്ഞത്, എന്നോട് പറഞ്ഞത് എൻ്റെ ഗുരുവാണ്, എൻ്റെ ഗുരുവാണ് പറഞ്ഞത് അവിടെ പോയി കിടക്കുവാൻ. എനിക്കൊന്നും സംഭവിക്കില്ല, എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അവിടെ പോയി കിടന്നു. എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിലപ്പോൾ ഉണ്ടായിരുന്നത്? പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരു പ്രപഞ്ചവും ഇവിടെയില്ല. ഈ പ്രപഞ്ചത്തിന്റെ ഓരോ മണൽത്തരികൾ പോലും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ അനുസരിക്കും. ഗുരുദേവൻ എത്ര തെളിവുകൾ നമ്മുടെ മുന്നിൽ കാണിച്ചു. എനിക്ക് എന്നിൽ നിക്ഷിപ്തമായ കർമ്മത്തിൻ്റെ അവസാന നിമിഷത്തിലേക്ക് പോയിരിക്കുകയാണ്. 8:30 ആകുകയാണ്. ഞാനിത് വൈൻഡപ്പ് ചെയ്യുകയാണ്. കാരണം ശ്രീനാരായണ ഗുരുദേവൻ എന്താണോ
അത് ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ശിഷ്യന്മാർ മറ്റൊരു ദൈവത്തെയും കാണാതെ നമുക്ക് വേണ്ടി സേവനം ചെയ്തു. പക്ഷേ ഇത് ദൗർഭാഗ്യകരമായ കാര്യം, SNDP യോഗത്തിൻ്റെ അധ്യക്ഷപദവും സന്യാസ സമൂഹത്തിൻ്റെ അധ്യക്ഷപദവും ഒരേ കാലഘട്ടത്തിൽ ബോധാനന്ദ സ്വാമികളിൽ എത്തുകയാണ്. ബോധാനന്ദ സ്വാമികളിൽ അങ്ങനെ ഒരു ചുമതല വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ നീതിബോധം, ആ നീതിബോധം അനുസരിച്ചുകൊണ്ടോ ഗുരുദേവൻ ആഗ്രഹിച്ചതുപോലെ ധർമ്മസംഘത്തിന് അദ്ദേഹം തൻ്റെ സ്വത്തുകൾ എഴുതി കൊടുക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം SNDP യോഗത്തിൻ്റെ പ്രസിഡന്റാണ്. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, SNDP യോഗത്തിലെ ഒരു വിഭാഗം ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവർ സ്വാമിയുമായിട്ട് കലഹിച്ചു. ഒരേ സമയം SNDP യോഗത്തിൻ്റെ പ്രസിഡന്റായിരിക്കുന്ന സ്വാമിക്ക് സർവസംഘ പരിത്യാഗം ചെയ്ത സന്യാസിമാർക്ക് ഈ സ്വത്തുകൾ എഴുതി കൊടുക്കുവാനുള്ള അവകാശമില്ല എന്ന് വാദിച്ചു. പക്ഷേ ഈ മഹാഗുരുവിൻ്റെ മനസ്സ് തൻ്റെ പിൻഗാമികളായിട്ട് ആത്മീയമായ പ്രവർത്തനം ആർക്കു വേണ്ടിയാണ്? ഇവിടുത്തെ അധകൃത വർഗങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട ആത്മീയത പകർന്നു കൊടുക്കുന്നത് ശിവഗിരി മഠമായിരിക്കണം. അതുകൊണ്ട് ശിവഗിരി മഠത്തിലെ ആ സ്വത്തുകൾ കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ഓർക്കണം, SNDP യോഗത്തിന് ഇന്ന് വരെ ₹1 പോലും ബുദ്ധിമുട്ട് വന്നിട്ടില്ല. എന്താണ്? ഈ മഹാഗുരുവിൻ്റെ നാമത്തിൽ നാം ഒക്കെ കൊടുക്കുന്ന സംഭാവനകൾ, 1.5 കോടി രൂപയുടെ സ്ഥലം നിങ്ങളിവിടെ വാങ്ങിച്ചില്ലേ? പ്രിയമുള്ളവരെ, ഇതിൻ്റെ ഭാരവാഹികൾക്ക് അത് വാങ്ങിച്ച് തീരെഴുതുന്നത് വരെ ധൈര്യമുണ്ടായിരുന്നോ? താങ്കൾക്ക് ഇത്രയും പണം കിട്ടുമോ? അവർക്ക് അത്രയും ഉറപ്പൊന്നുമില്ല. പക്ഷേ അത് ശ്രീനാരായണ ഗുരുദേവന്റെ നാമത്തിലാണ്. ഈ മഹാഗുരുവിന്റെ കടാക്ഷമുള്ളപ്പോൾ അതിന് തക്ക പണം നിങ്ങളുടെ കയ്യിലുണ്ടാവും. ആ പണം നിങ്ങൾ കൊടുക്കും. കാരണം ഗുരു നിങ്ങളെയെല്ലാം ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഗുരുവിൻ്റെ കടാക്ഷമുള്ളവർക്ക് തോന്നും അല്ലേ കോടീശ്വരനായിട്ട് കാര്യമില്ല, ₹1 പോലും കൊടുക്കാൻ തോന്നില്ല. പക്ഷേ നിങ്ങളെ ഗുരു ചേർത്ത് നിർത്തിയിരിക്കുന്നതുകൊണ്ട് ഗുരു തന്നെ നിങ്ങളെ കൊണ്ട് കുടിപ്പിക്കും. നിങ്ങൾ ഇവിടെ എത്ര കൊടുക്കുന്നോ അതിൻ്റെ 100 ഇരട്ടിയായിട്ട് ഗുരു നിങ്ങൾക്ക് തരും. നിങ്ങളുടെ സന്താനങ്ങൾക്ക് നല്ല വഴി കാട്ടിക്കൊടുക്കും. നിങ്ങളാരും ഒരിക്കലും അതമ്പതിക്കില്ല. നിങ്ങൾ കൊടുത്തത് മഹാഗുരുവിനാണ്. അപ്പോൾ അതുപോലെ തന്നെ സന്യാസിമാർക്ക് അവർക്കും കിട്ടും, അവർക്കും അവിടെ ധനമെത്തും. എന്നിട്ട് ഇവർ 2 കൂട്ടരും കലഹിക്കുന്നത് നമുക്ക് വേദനയാണ്. ഇവരൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവർ ഗുരുകുലത്തെ കാണണം. ₹1 പോലും കയ്യിലില്ലാതെ സ്വന്തമായി മണ്ണിലധ്വാനിച്ച് ബോധാനന്ദ സ്വാമികളും നടരാജ ഗുരുവും ചേർന്ന് പടുത്തുയർത്തിയതാണ് ഗുരുകുലം. ആ ഗുരുകുലത്തിന് ₹1 മൂല്യവുമില്ല. ₹1 പോലും അവരുടെ കയ്യിലില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ ഓർമ്മിക്കണം, ഇന്ന് വരെ പണമില്ലാത്തതിൻ്റെ പേരിൽ ഗുരുകുലത്തിൻ്റെ ഒരു കാര്യവും നടക്കാതെ പോയിട്ടില്ല. ആ ഗുരുകുലത്തിൻ്റെ അധ്യക്ഷനായിട്ടിരുന്ന നിത്യചൈതന്യയതി അദ്ദേഹം ഓസ്ട്രേലിയയിൽ പഠിപ്പിക്കുമ്പോൾ ഓസ്ട്രേലിയയിലെ ഒരു ധനികൻ അദ്ദേഹത്തിന് 200 ഏക്കർ സ്ഥലം പതിച്ചു കൊടുത്തു. അവിടെ 3 വീടുകൾ വെച്ച് കൊടുത്തു അദ്ദേഹത്തിന് ഇഷ്ടം പോലെ താമസിക്കാൻ ഈ 200 ഏക്കർ സ്ഥലത്ത്. പക്ഷേ 15 വർഷക്കാലം ഓസ്ട്രേലിയയിൽ പഠിപ്പിച്ചിട്ട് ആ സ്വാമി തിരിച്ചു പോരുമ്പോൾ ആ 200 ഏക്കർ സ്ഥലവും ഓസ്ട്രേലിയൻ സർക്കാരിന് എഴുതി കൊടുത്തിട്ടാണ് പോകുന്നത്. എന്നാൽ അത് വിറ്റ് ആ പണവുമായിട്ട് വന്ന് ഗുരുകുലത്തിൻ്റെ കാര്യങ്ങൾ നടത്താമെന്നല്ല ഈ മഹാഗുരുവിൻ്റെ ശിഷ്യൻ വിചാരിച്ചത്. ഇവിടെ എന്ത് നടക്കണമോ അത് നടത്തി തരുവാൻ ഭൂമിയിൽ ഈ 1000 സൂര്യന്മാരുടെ തേജസ്സോട് കൂടി നിൽക്കുന്ന ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന് കഴിയും എന്തും സാധിച്ചു തരാൻ. ആ ഗുരുവിനെ ഉള്ളപ്പോൾ നമുക്ക് മറ്റൊന്നിനും പ്രയാസമില്ല. അതാ ഗുരു ഒരു 3 ദിവസം മുൻപ് ഒരു സന്ധ്യാസമയത്ത് 3:30 മണി സമയം
ഗുരു ഈ പ്രപഞ്ചത്തിലേക്ക് എവിടെ നിന്ന് വന്നോ അവിടേക്ക് ഗുരു മടങ്ങി. ഗുരു പോയതല്ല, ഗുരു പറഞ്ഞു നാം അറിവാണ്. അറിവായ നാം ഈ ശരീരം ഉണ്ടാകുന്നതിന് മുൻപും ഇവിടെ ഉണ്ടായി. ഈ ശരീരമില്ലെങ്കിലും അറിവായ നാം ഇപ്രകാരം പ്രകാശിച്ചു കൊണ്ടിരിക്കും. അതാണ് നമ്മുടെ ഇടയിലെല്ലാം ഈ മഹാഗുരു ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. അതെ, ആ മഹാഗുരു സമാധിയായതിനു ശേഷം, നമ്മുടെ മുന്നിൽ നിന്ന് അദൃശ്യനായതിനു ശേഷം, ആ മഹാഗുരു ഒരു വെളുപ്പാങ്കാലത്ത് 3 ദിവസങ്ങൾക്കപ്പുറത്ത് ഒരു വെളുപ്പാങ്കാലത്ത് ഒരു 3:30 മണി സമയമായപ്പോൾ അതാ വന്ന് വിളിക്കുന്നു. ശിഷ്യൻ കണ്ടു, അതാ നിൽക്കുന്നു എൻ്റെ ഗുരു. അതാ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ എന്നെ വിളിക്കുന്നു. ഞാൻ ഗുരുവിൻ്റെ പാദത്തിലേക്ക് ചേരുന്നു. നന്ദി, നമസ്കാരം. ഈ മഹാഗുരുവിൻ്റെ പാദത്തിൽ ലയിച്ച ബോധാനന്ദ സ്വാമികൾ എന്നൊന്നും നിങ്ങൾക്കും എനിക്കും നമുക്കെല്ലാവർക്കും തുണയായിരിക്കട്ടെ. ഓം ശ്രീനാരായണ പരമ ഗുരുവേ, അങ്ങയുടെ പാദത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ബോധാനന്ദ സ്വാമിയെ കുറിച്ച് വളരെ വിശദമായി ഗഹനമായി നമ്മളോട് സംസാരിച്ച ശ്രീ സാബു മണർകാടിനുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി ശ്രീ വിഷ്ണു സുബ്ബാലനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 9 ദിവസങ്ങളായി നമ്മുടെ ശാഖായോഗം നല്ല ആക്റ്റീവായിട്ടാണ് പോകുന്നത്. കാരണം എല്ലാ ദിവസങ്ങളിലും രാത്രിയിൽ ഇത്രയും പേര് ശാഖായോഗത്തിൽ ഒത്തുകൂടുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ കാണുന്നത്. ഇതിൻ്റെ പ്രധാന പങ്ക് വഹിച്ച ആൾ ശ്രീ രഞ്ജിത്ത് രവീന്ദ്രനാണ്. അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഘടന അല്ലെങ്കിൽ അത് എങ്ങനെ കൊണ്ടുപോകണം, അതിൻ്റെ അകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിൽ വ്യക്തമായ ധാരണയുള്ള ഒരാളാണ് ശ്രീ രഞ്ജിത്ത് രവീന്ദ്രൻ. അദ്ദേഹത്തിന് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ നേർന്നുകൊള്ളുന്നു. പിന്നീട് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. ബോധാനന്ദ സ്വാമി ശ്രീനാരായണ മഹാഗുരുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ ബോധാനന്ദ സ്വാമിയുടെ സമാധി ദിനമാണിന്ന്. അപ്പം ഇന്നീ ദിവസത്തേക്ക് നമുക്ക് പ്രഭാഷണം നടത്താനെത്തിയ ശ്രീ സാബു മണർകാട്, അദ്ദേഹത്തിനോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. വളരെ നല്ല രീതിയിൽ അദ്ദേഹം ബോധാനന്ദ സ്വാമിയെ പറ്റി ഇവിടെ പ്രഭാഷണം നടത്തി. അദ്ദേഹത്തിനുള്ള നന്ദി ഒരിക്കൽ കൂടി ശാഖായോഗത്തിൻ്റെ പേരിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കഴിഞ്ഞ 8 ദിവസങ്ങളിലും ഇവിടെ പ്രഭാഷണം നടത്തി വന്ന ശ്രീനാരായണ പഠിതാക്കളെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഇന്ന് ഈ പ്രഭാഷണ പരമ്പര ഇവിടെ നടത്താൻ അവസരം നൽകിയ ശാഖായോഗത്തോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ നമുക്കറിയാം, നമ്മുടെ ശാഖായോഗത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും, ഇപ്പം ഞങ്ങൾ യൂത്ത് മൂവ്മെൻ്റ് ആണെങ്കിലും വനിതാ സംഘമാണെങ്കിലും എല്ലാ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതുപോലെ സപ്പോർട്ടാണ് നമ്മുടെ ശാഖായോഗം. ഇപ്പം അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നമുക്ക് നൽകുന്ന സെക്രട്ടറി ശ്രീ സൈഞ്ചു ടി കാഞ്ഞിരപ്പള്ളിയാണ്. അപ്പം ഞങ്ങൾ ഈ വരുന്ന പൂജവെപ്പിന് എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ തന്നെ പരിപാടി നടത്താനൊക്കെ എങ്ങനെ ആസൂത്രണം ചെയ്തു. അപ്പോൾ ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിരുന്നു. ഞങ്ങൾ അതിൽ നിന്ന് പിന്തിരിയേണ്ട ഒരു ഘട്ടം എത്തിയപ്പം സെക്രട്ടറി ഞങ്ങളുടെ കൂടെ നിന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നമുക്കത് ചെയ്യാം, അത് നടത്താം, അതിന് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരാമെന്ന് അദ്ദേഹം കമ്മിറ്റി വന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് ഇനി വരുന്ന 4 ദിവസങ്ങളിൽ, അതായത് ഇനി വരുന്ന 29, 30, 1, 2 എന്നീ തീയതികളിൽ വളരെ വിപുലമായിട്ട്, കഴിഞ്ഞ വർഷങ്ങളിലേക്കാൾ വിപുലമായിട്ട് ആ പരിപാടി ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇന്ന് ഈ പരിപാടി നടത്താനും നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകിയത് നമ്മുടെ ശാഖായോഗമാണ്. ശാഖായോഗത്തോടും ശാഖായോഗത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ അനിയച്ചൻ അറുപതിൽ, ശാഖായോഗത്തിൻ്റെ സെക്രട്ടറി ശ്രീ സൈഞ്ചു ടി കാഞ്ഞിരപ്പള്ളി, വൈസ് പ്രസിഡന്റ് ശ്രീ പ്രമോദ് പ്രണവം എന്നിവരോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതേപോലെ തന്നെ ഈ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ വിജയിക്കാൻ സഹായിച്ചത് നമ്മുടെ വനിതാ സംഘമാണ്. വനിതാ സംഘം, അതേപോലെ തന്നെ യൂത്ത് മൂവ്മെൻറ്റ്, സീനിയർ സിറ്റിസൺ, കുടുംബയോഗം കൺവീനർമാർ, പ്രാർത്ഥനാ സംഘം, ശ്രീനാരായണ പ്രാർത്ഥനാ സംഘം, അതുപോലെ തന്നെ
സീനിയർ സിറ്റിസൺ എല്ലാ അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. വേറൊന്നും കൊണ്ടല്ല, ഇത്രയും പ്രസംഗമെല്ലാം കഴിഞ്ഞ് എല്ലാവരുടെയും മുഖം എനിക്ക് കാണുമ്പോൾ അറിയാം. അതുകൊണ്ട് എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പോലും ശരിക്കും വരുന്നില്ല. അതുകൊണ്ടാണ് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നന്ദി, നമസ്കാരം. നിങ്ങൾ സംസാരിച്ചാണ് എന്നാന്ന് ചോദിച്ചാൽ അങ്ങനെ കൊടുത്താലേ തികയത്തുള്ളൂ.